السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. നമ്മൾ ഖുർആൻ തഫ്സീറിന്റെ യാത്രയിലാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സമയത്ത് ഓരോ കൺസേൺസ് വരുമ്പോൾ അത് അപ്പം നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്ര സ്മൂത്ത് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മോട്ടിവേഷൻ സെഷനൊക്കെ വെക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ എന്താന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. നമുക്കിന്നൊരു അനൗൺസ്മെന്റ്, ഒരു പുതിയ അനൗൺസ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഓപ്പറേഷൻ ചേഞ്ച് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താണ്, എങ്ങനെയായിരിക്കും നമ്മളുടെ പോസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒന്നും കൂടെ പറയണം. പിന്നെ ചില കൺസേൺസ് ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നി. ചില കാര്യങ്ങൾ നമ്മളടുത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ചിന്തയിൽ വരില്ല. അതൊന്ന് പറഞ്ഞു തന്നാൽ തന്നെ ബോധോദിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം തോന്നി. അതായത് നമ്മളെ പുതിയ ചേഞ്ചിനോടൊക്കെ നമ്മളെ അലൈൻ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ്, ട്രിക്സ്, ചിന്തകൾ ഒക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യത്തെ നമ്മളുടെ അനൗൺസ്മെന്റ്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സൂറത്ത് ആല ഇമ്രാനില് കഴിഞ്ഞ ആയത്തുകളിൽ രണ്ടായത്ത്, 31-ാമത്തെ 32-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലെ, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. ഫത്തബിഊനി, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയും അത്രേ. തുടർന്ന് കുൽ അത്തിഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുകയും ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല. അല്ലെ, ഒരു ആയത്തില് നല്ല ഒരു പ്രതീക്ഷയുള്ള, അല്ലെ, നിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ. അല്ലെ, അപ്പൊ അള്ളാഹ് നമ്മളെ തിരിച്ചു സ്നേഹിക്കും. വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ഇപ്പുറത്ത് നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, അങ്ങനെ കാഫിറുകൾ, അതായത് അവിശ്വാസികൾ അല്ലെങ്കിൽ നിഷേധികൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കേണ്ട രണ്ടായത്തുകള് ഇത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ്. അതായത് ഇൻ എഫക്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി, റിളായിലായിരിക്കുക, തൃപ്തിയിലായിരിക്കുക, അള്ളാഹിന്റെ സ്നേഹം ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുസരണയുള്ളവർ, അത്തിഉല്ലാഹ്, അനുസരണയുള്ളവരും ആവണം. അല്ലെ, ഈ ഫത്തബിഊനി എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നു ഇത്തിബാ, ഫോളോ ചെയ്യുക. എങ്ങനെ ഫോളോ ചെയ്യണം? ഫുട്ട് ബൈ ഫുട്ട്, എവിടെയാണോ കാല് വെച്ചത് അവിടെ തന്നെ കാല് വെച്ചിട്ട്. അല്ലെ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ ഇത്തിബാ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഖുർആൻ ഈ ഒരു രീതിയിൽ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ചിട്ടായിരുന്നു, യെസ്, നമ്മളൊക്കെ എന്താ അഹ്ലുൽ ഖുർആനാണല്ലേ, ഖുർആന്റെ ആൾക്കാരാണ്, നമുക്ക് ഖുർആൻ അറിയാം, നമ്മൾ ഖുർആനെയാണ് പിന്തുടരുന്നത്. പക്ഷെ അതിങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ശരിക്കും എവിടെയാണെന്ന്. അല്ലെ, ഇപ്പൊ ഓരോ ആയത്തുകളും പഠിച്ചു വരുമ്പം നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയാണ് നമ്മൾ തുടങ്ങിയിട്ട് പോലും ഇല്ലാന്ന്. ഒരു പക്ഷെ നമ്മുടെ ഒരു തുടക്കമൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നമ്മളൊന്ന് റീസെറ്റ്, അതായത് പണ്ട് നമ്മൾ പഠിച്ചു വെച്ച, ലേൺ ചെയ്ത് ജീവിച്ച പല കാര്യങ്ങളും അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അൺഡു ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്തതൊക്കെ ഇല്ലാണ്ടാക്കുകയും പഠിച്ചതൊക്കെ ഇല്ലാണ്ടാക്കുകയും ചെയ്തിട്ട് പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് തുടങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മൾക്ക് മുമ്പ് നമ്മളെ മുമ്പിൽ മല പോലെ നിന്നിരുന്ന പല കാര്യങ്ങളും സാവധാനം നമുക്ക് എളുപ്പമായിട്ട് മാറി തുടങ്ങി. അല്ലെ, ഖുർആനെ ഈ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങിയപ്പം, കറക്റ്റ് റൈറ്റ് കണക്ഷൻസ് കിട്ടാൻ തുടങ്ങിയപ്പം, ശരിക്കുമുള്ള അഖല് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം, അല്ലെ, ആ ഒരു പ്രോസസ്സ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായി. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ വേറൊരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അല്ലാഹു അഅലം ശരിയായ ധാരണ ആവട്ടെ, നമ്മൾ സുന്നത്തിന്റെ ആളുകളാണെന്ന്. അല്ലെ, ഖുർആന്റെ ആളുകളാണെന്ന് വിചാരിച്ച പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരാണ്, നമുക്ക് സുന്നത്തൊക്കെ അറിയാം, നമ്മൾ അതിനൊക്കെ പിന്തുടരുന്നുണ്ട്, നമ്മൾ എത്രയോ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അല്ലെ, സുബ്ഹാനല്ലാഹ്.
അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസും ഹിക്മത്തും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ സുന്നത്തിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നമ്മൾ ഇതുവരെ ചിന്തിച്ചതൊക്കെ റീസെറ്റ് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ നമ്മൾ അതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ഒരു പക്ഷെ നമുക്ക് വളരെ പ്രയാസം തോന്നിയ നമ്മളെ മുമ്പിൽ മല പോലെ നിന്നിരുന്ന പല സുന്നകളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ചര്യകളും, നമുക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും മെല്ലെ മെല്ലെ നമുക്ക് ഈസിയുമാവും. ഖുർആൻ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് അത് തുടങ്ങാനുള്ള സമയമായി എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സഹീഹുൽ ബുഖാരിയുടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നിയത്തിലാണ് ബിഇദ്നില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോട് കൂടി. ഓക്കെ, എപ്പോഴത്തെയും പോലെ ഏതൊരു സീരീസും കോഴ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് പോലെ പണ്ഡിതയൊന്നുമല്ല, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചറും അല്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞത് പഠിപ്പിക്കുകയല്ല. ഓക്കെ, ഞാൻ എന്നെ തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം, ഏറ്റവും എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ഒരു ബെസ്റ്റ് ശ്രമം ഞാൻ നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അൽഹുദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തു വെച്ച ക്ലാസ്സസിനെ ഫോളോ ചെയ്ത് എന്റെ നോട്ട്സ് ഉണ്ടാക്കി ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ള ഒരു നിയ്യത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനേക്കാളും നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട്സും കോഴ്സും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഡിസ്ക്ലെയിമർ ആയിട്ട് ആദ്യമേ പറയാണ്, നമ്മൾ എന്റെ കൂടെ ഒന്നിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. ഇൻഷാ അല്ലാഹ് 30th ജൂണിന് സ്റ്റാർട്ട് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അത് അടുത്ത ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ്. ആദ്യമൊക്കെ കുറച്ച് ഇൻട്രൊഡക്ഷൻ സെഷൻ ആയിരിക്കും ഹദീസിന്റെ. നമ്മൾ മുമ്പ് കുറെ മുമ്പ് മിഷ്കാത്തിൽ ഒരു ഉസൂലുൽ ഹദീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 4 ലെസണൊക്കെ എടുത്തപ്പോഴേക്കും അത് ഭയങ്കര തിയറിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് അങ്ങ് മനസ്സിലാവാണ്ട് നിർത്തുക ചെയ്ത്, ഭയങ്കര കടുപ്പായിട്ട് തോന്നിയിട്ട്. അപ്പം ഇവിടെ നമ്മൾ ചെറിയ തോതിൽ ഓരോ സെഷൻ എടുക്കുമ്പോഴും ചെറുതായിട്ട് ഹദീസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, അതിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറയും. പിന്നെ സഹീഹുൽ ബുഖാരി ബുക്കിനെ കുറിച്ച് പറയും, ഇമാം ബുഖാരിയെ കുറിച്ച് പറയും. അങ്ങനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ ഹദീസുകളിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ് സഹീഹ് ബുഖാരിയിലുള്ള ഹദീസുകൾ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യും. നമ്മൾ അതായത് ജുസ് 4 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഹദീസുകൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അതുവരെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ അങ്ങനെ പോകും. ഓക്കെ, അപ്പം എപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ട്യൂസ്ഡേസ്, അതായത് ഈ ട്യൂസ്ഡേ ഉണ്ടെങ്കിൽ അടുത്ത ട്യൂസ്ഡേ ഉണ്ടാവില്ല, അതിന്റെ അടുത്ത ട്യൂസ്ഡേ, അങ്ങനെ. ഓക്കെ, അതായത് ഒന്നിടവിട്ടിട്ടുള്ള ചൊവ്വാഴ്ചകളിലായിരിക്കും. കാരണം നമ്മൾ ഒരു ചൊവ്വാഴ്ച നമുക്ക് വേർഡ് അനാലിസിസ്, തഫ്സീറിന്റെ വേർഡ് അനാലിസിസ് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ അസ്മാൽ ഹുസ്ന ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടത്തിയ പോലെ ഇൻഷാ അല്ലാഹ്. അപ്പം അടുത്ത ചൊവ്വാഴ്ച ഇതുപോലെ സഹീഹ് ബുഖാരിയുടെ ഡിസ്കഷൻ, അങ്ങനെ ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നത് ഓരോ ചൊവ്വാഴ്ചകളും. ബുധനാഴ്ച നമുക്കറിയാം തദബ്ബുറും തഫ്സീറുമാണ് ബുധനാഴ്ചകളിൽ നടക്കുന്നത് അല്ലെ. ആദ്യത്തെ ആഴ്ച തഫ്സീർ, രണ്ടാമത്തെ ആഴ്ച തദബ്ബുർ, അങ്ങനെ ബുധനാഴ്ചകളും. പിന്നെ ഓൾട്ടർനേറ്റ് മൺഡേസ്, അതായത് ഫാമിലി സീരീസ് ഇപ്പം തിങ്കളാഴ്ചകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ റിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നിടവിട്ടുള്ള മൺഡേസിൽ ഫാമിലി സീരീസും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെയും എന്റെയും ഷെഡ്യൂൾ ഭയങ്കരമായിട്ട് ക്രാമ്പ് ചെയ്ത് ഇടങ്ങേറാക്കട്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഒക്കെ ആക്കി വെക്കുന്നത്. ഒരുപാട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അതിനിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടി ഒരു കറക്റ്റ് ടൈം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ റിവ സീരീസിന്റെ 1-2 സെഷൻസ് എടുക്കുക. റിവ സീരീസ് ഒക്കെ ഇങ്ങനെ കുറെ നാൾ കൂടുമ്പോൾ ഒരു സെഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, 2 മാസത്തിൽ ഒരിക്കലും ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. റിവ സീരീസ് നമുക്ക് ആവശ്യമാണ്, കാരണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നമ്മുടെ ഹൃദയം കൊണ്ടുള്ള അടുപ്പത്തിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് വിലയിരുത്തണം അല്ലെ. അപ്പം ആ ഒരു സ്റ്റൈലായിരിക്കും പോകുന്നത്. പിന്നെ ഇത് ഒരു തീരുമാനം പ്രകാരം തഫ്സീർ അല്ലാത്ത വേറൊന്നിനും എക്സാം ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലാസ് കേട്ടിട്ട് പോകുന്ന പോലെ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ നോട്ട്സ് ആർ ഇൻവൈറ്റഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നോട്ട് വരാം. ഇപ്പൊ നമ്മൾ തഫ്സീറിന്റെ നോട്ട്സ് ഷാനിബ എഴുതുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറുണ്ടെങ്കിൽ ഒരാൾക്ക് മുന്നോട്ട് വരാം. പ്രിഫറബിളി അത് ഷോർട്ട് നോട്ട്സ് ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു, കാരണം ലോങ് നോട്ട്സ് ഒക്കെ ആകുമ്പോൾ കുറേ വായിക്കാനും ഇതാക്കാനും. അപ്പൊ ഷോർട്ട് നോട്ട്സ് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ, ഇനി ലോങ് ആണെങ്കിലും ഓക്കെ, പക്ഷേ ഒരേ ആൾ തന്നെ എഴുതുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പൊ മുന്നോട്ട് വരുന്ന ആള് കഴിയുന്നതും എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആദ്യം 2-3 ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് ആരുടെയാണോ സ്ഥിരമാവുന്നത് അത് നമുക്ക് എടുക്കാം അങ്ങനെ. ഓക്കെ, അത് നമ്മുടെ ആസാറാത്തായിട്ട് അവിടെ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇതെല്ലാം വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് അത് പ്രയോജനം കിട്ടുന്ന രീതിയിൽ ആസാറാത്താക്കി വെക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് എല്ലാവരും, കാരണം ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ 2 എഫേർട്ട് ഒന്നും അല്ല, ഒരുപാട് ആളുകളുടെ പല കോൺട്രിബ്യൂഷൻസും നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. ഓക്കെ, അപ്പം അതാണ് എനിക്ക് തരാനുള്ള ഒരു അനൗൺസ്മെന്റ് ഇന്ന്. ഇനി വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ റഹ്മത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മൾ പല ഗ്രൂപ്പുകളിലായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്.
കുറെ കോഴ്സുകളും സീരീസുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആകെ കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഗ്രൂപ്പായിട്ട് തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഗ്രൂപ്പിലുള്ള ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ്. കാരണം ചിലർക്ക് ഒരു കോഴ്സ് എടുക്കാൻ ഇഷ്ടമുണ്ടാവും, അല്ലെ ഒരു സീരീസ് എടുക്കാൻ ഇഷ്ടമുണ്ടാവും, വേറുള്ളത് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ആ സമയത്ത് ഹൃദയശുദ്ധീകരണമൊക്കെ അതും ഉണ്ടായിരുന്നു. അപ്പൊ തഫ്സീർ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഹൃദയശുദ്ധീകരണം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മറ്റേ അന്ന് അറബിക് സീരീസ് ഉണ്ടായിരുന്നു, അതുണ്ടാവില്ല. അപ്പൊ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കോഴ്സുകൾ ഗ്രൂപ്പുകളാക്കി തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് തന്നെ ഇപ്പം ഇതുപോലെ നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ വേറെ എന്തെങ്കിലും കോഴ്സ് പോസ്റ്റ് ചെയ്താലൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ട്രാക്കിൽ കൊണ്ടുപോയതാണ്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ എണ്ണം കൂടി, ഗ്രൂപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്, 1025 ഒരു ഗ്രൂപ്പിൽ പറ്റുള്ളൂ. ഗ്രൂപ്പ് കോഴ്സുകളുടെ എണ്ണവും കൂടി, സീരീസിന്റെ എണ്ണം കൂടി. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഈവൻ നിങ്ങൾക്കാണെങ്കിലും കുറെ ഗ്രൂപ്പുകളും കുറെ നോട്ടിഫിക്കേഷനും ഒക്കെ വരുമ്പോൾ മിസ്സാവാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒരൊറ്റ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാട്സപ്പ് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പം നമുക്കും എളുപ്പം ഇൻഷാ അല്ലാഹ്. കാരണം എന്തായാലും നമ്മളുടെ എയിം എന്ന് പറയുന്നത് നമ്മളെ മൊത്തത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ഈമാന്റെ, നമ്മുടെ ചിന്തകളുടെ, പ്രവർത്തനങ്ങളുടെ, ജീവിതത്തിന്റെ അല്ലെ, അത് നമ്മളുടെ ഇബാദത്തുകളിലും വരണം. ഈ പറഞ്ഞ ചേഞ്ച് ഒക്കെ നമ്മുടെ ഇബാദത്തിലും കാണിക്കണം, എസ്പെഷ്യലി നമ്മളുടെ നമസ്കാരങ്ങളിലും ഖുർആനിലും കാണിക്കണം. അതിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള കണക്ഷനിലും കാണിക്കണം അല്ലെ. അതാണ് നമ്മളെ റിദ സീരീസിൽ തൂക്കി നോക്കുന്നത്, നമ്മുടെ കണക്ഷൻ എവിടെ നിൽക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട്, നമ്മുടെ ഹൃദയം അള്ളാഹായിട്ടുള്ള ഡിസ്റ്റൻസ് എവിടെയാണെന്നുള്ളത് നമ്മൾ തൂക്കി നോക്കുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ റിദ സീരീസ്. അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പം എല്ലാം കൂടി ഒരു പാക്കേജ് ആക്കി എടുക്കുന്നതാണ്, പീസ് ബൈ പീസ് ആക്കി എടുക്കുന്നതിനേക്കാളും നല്ലത്. എന്നാലും ആർക്കെങ്കിലും ഇല്ല എനിക്ക് ഇത് താല്പര്യമില്ല അതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇപ്പൊ നിങ്ങൾ തഫ്സീർ മാത്രം എടുക്കുന്നവരാണെങ്കിൽ തഫ്സീറിന്റെ ക്ലാസ്സുകൾ മാത്രം ആ ദിവസം കേട്ടിട്ട് പോവാ, ജസ്റ്റ് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ക്യാൻസലേഷനോ ചേഞ്ച് ഒക്കെ ഉണ്ടാവും നോക്കാൻ വേണ്ടി മാത്രം വാട്സപ്പ് ചാനൽ നോക്കുക ഇൻഷാ അല്ലാഹ്. ഇനി വാട്സപ്പ് ചാനൽ പ്രയാസമാണ്, ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് നമുക്ക് മെല്ലെ മെല്ലെ അതിനോട് യൂസ്ഡ് ആവാം. നമ്മൾ സമയം തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ 4th ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ മെയിൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, ഒന്നും റിമൂവ് ചെയ്യുന്നുണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ഓൾറെഡി കുറെ പേരൊക്കെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി ഫോളോ ചെയ്യാത്തവർക്ക് ഇപ്പൊ ഞാൻ ചാറ്റിൽ ഈ ലിങ്ക് ഒന്ന് ഇടുന്നുണ്ട്, കാണാൻ പറ്റുന്നവര് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്തേക്കും ഇൻഷാ അല്ലാഹ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ബേജാറാവണ്ട. നമ്മൾ ഓഡിയോ ടെക്സ്റ്റും ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, അത് റീഷെയർ ചെയ്യും. ഇനി ആവശ്യമാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ്ങും ഷെയർ ചെയ്യും ഇൻഷാ അല്ലാഹ്. മെല്ലെ മെല്ലെ സെറ്റ് ആക്കാം, പ്രായമുള്ളവരൊന്നും ബേജാറാവൊന്നും വേണ്ട. നമുക്കെല്ലാം മെല്ലെ മെല്ലെ, ഇവിടെ നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും വേണമല്ലോ അല്ലെ, ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പം ആ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളെ പുതിയ കോഴ്സും നമ്മളെ മൊത്തത്തിലുള്ള ഒരു ചേഞ്ചും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മോട്ടിവേഷൻ സെഷനിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ മാൻഡേറ്ററി ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, പ്രയോറിറ്റൈസേഷൻ. പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലതിന് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതുണ്ടാവും. ചില കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ ആകെ കൂടെ ഒരു അവിയലിന്റെ ഉള്ളിൽ തലവെച്ച പോലെയാണ് അല്ലെ. എന്താ ചെയ്യണ്ടേ, എവിടെയാ അപ്ഡേറ്റ് കൊടുക്കണ്ടേ, എന്താ ഓതി കൊടുക്കണ്ടേ, ഏത് പരീക്ഷ എഴുതണ്ടേ, ഏത് ടീച്ചറോടാ പറയണ്ടേ, സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ ഇങ്ങനെ എണ്ണം കൂടി കൂടി വരുന്തോറും നമുക്ക് ഈ ഒരു ട്രാക്ക് വിട്ടു പോകുന്ന ഒരു പ്രശ്നം ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ഇൽം ടു അമൽ ഗ്രൂപ്പുകൾ ഉള്ളതായിട്ട് അറിയായിരിക്കും അല്ലെ. സൂറത്തുൽ ബഖറ റിവിഷനും ഇൽം ടു അമലും കൂടെ നടക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതിനകത്തുള്ള ലീഡേഴ്സിനായിട്ട് ഞാൻ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായ വലിയൊരു പ്രശ്നം ഇതാണ്, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എന്തിനു കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പൊ പ്രയോറിറ്റൈസേഷന്റെ തന്നെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയണം തോന്നി. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ സ്പെഷ്യൽ സെഷനിലും ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഞാൻ പറയാറുണ്ട്. എന്നാലും നമ്മളെ ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മൾ ബാലൻസ് ചെയ്യുന്നതിനെ കുറിച്ച്, ഉമ്മത്തൻ വസത്തൻ ആവുന്നതിനെ കുറിച്ച് അല്ലെ. ഉമ്മത്തൻ വസത്തിന് വേണ്ടി നമ്മൾ ഒരു സ്പെഷ്യൽ സെഷൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ജനുവരിയിലോ ഫെബ്രുവരിയിലോ എന്തോ. അപ്പം എന്നാലും നമ്മൾ വീണു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ റീഫോക്കസ് ചെയ്യാം. ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, വീണ്ടും റീഫോക്കസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ റീഫോക്കസ് ചെയ്യേണ്ടത്, എവിടുന്നാ തുടങ്ങണ്ടേ, എന്താണ് മെയിൻ? നമ്മളെല്ലാവരും അല്ലെ, നമ്മളിപ്പോ ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇനി ഒരു ദിവസം ഒരു മണിക്കൂർ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്താണ് നമ്മുടെ ഉദ്ദേശം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലേ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലയെ മാത്രം ഇബാദത്ത്, അതായത് ഇബാദത്താണ് നമ്മളുടെ ലക്ഷ്യം. ആൻഡ് വിത്ത് തൗഹീദ്, അല്ലാഹുവിനെ മാത്രം അല്ലെ. ഇയ്യാക നഅ്ബുദു, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ. ഇപ്പൊ
എപ്പോഴും നമ്മൾ എവിടെ നമ്മൾ ട്രാക്ക് തെറ്റിപ്പോയാലും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് റീസെറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഓരോന്നും ചെയ്യുമ്പം എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഇയാൾക്ക് നാബുദു, നിന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓക്കെ, നിന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് അത് ചെയ്തിട്ട് അതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ? ഓക്കെ, ഇയാൾക്ക് നാബുദു, എനിക്കറിയാം എന്റെ ലക്ഷ്യം തന്നെ, പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം ജീവിക്കട്ടെ എന്ന് വെച്ചാൽ പറ്റുമോ? ഇല്ല. എങ്ങനെയാ പറ്റാം? അള്ളാന്റെ അടുത്ത് ചോദിക്കണം അല്ലെ? കാരണം ഇത് പറഞ്ഞത് റബ്ബാണ്. അപ്പൊ റബ്ബിനോട് തന്നെ ചോദിക്കണം, എങ്ങനെയാ റബ്ബെ നിന്നെ മാത്രം അല്ലെങ്കിൽ നിന്നെ ആരാധിക്കുന്നത്? റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ്? ഇയ്യാക നസ്തഈൻ, റബ്ബിന്റെ സഹായത്തോടു കൂടിയേ പറ്റുള്ളൂ. എങ്ങനെയാ സഹായം ചോദിക്കേണ്ടതെന്നും റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലെ? ശരിയായ വഴി നീ കാണിച്ച, റബ്ബ് കാണിച്ചെന്ന വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും, നമ്മളെ ലക്ഷ്യത്തിലെത്തും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഹിദായത്ത് വേണം. കുറേ പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതായിരിക്കും കേട്ടോ, എന്നാലും ഞാൻ പറയാണ്. കാരണം ഇങ്ങനെ ട്രാക്ക് തെറ്റി കിടക്കുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാം കുടഞ്ഞ് കുലുക്കി ഒന്നും കൂടെ ആദ്യത്തെ ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യൽ ആവശ്യമാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഹിദായത്ത് വേണം. എവിടുന്നാ ഹിദായത്ത് കിട്ടുക? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അല്ലേ? സുബ്ഹാനല്ലാഹ്. നോട്ട്സിന്റെ കാര്യം ഞാൻ പിന്നെ പറയാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം ആ ഗ്രന്ഥത്തിൽ സംശയമൊന്നുമില്ല, അതെന്താണ്? ഹുദനാണ്, ഹിദായത്താണ്. സുബ്ഹാനല്ലാഹ്. ആർക്കാ? ലിൽ മുത്തഖീൻ. അപ്പൊ ഹിദായത്ത് എവിടെയുണ്ട്? ഈ ഗ്രന്ഥത്തിലുണ്ട്. എവിടെയുണ്ട്? ഖുർആനിലുണ്ട്, അല്ലെ? ആർക്കാ ഉള്ളത്? തഖ്വയുള്ള ആൾക്കാർക്ക്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് എന്താ? നമ്മളെ പർപ്പസ് ഇബാദത്താണ്. ഇബാദത്ത് എങ്ങനെ ചെയ്യും? അള്ളഹാനോട് ചോദിക്കണം, അള്ളാഹിന്റെ സഹായം തരണം. അള്ളഹാനോട് എങ്ങനെ ചോദിക്കും? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ നമുക്ക് ഹിദായ വേണ്ടത്. ഹിദായ എവിടുന്ന കിട്ടുക? ഖുർആനിൽ നിന്ന്. ഖുർആനിൽ ഹിദായ ആർക്കുള്ള? തഖ്വയുള്ളവർക്ക്. ഇനിയിപ്പോ തഖ്വ എവിടുന്ന കിട്ടുക? തഖ്വന്റെ ടിപ്സ് നമ്മൾ ഓൾറെഡി കുറച്ച് കണ്ടു കഴിഞ്ഞു, അല്ലെ? സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ 21-ാമത്തെ ആയത്തിൽ കണ്ടിട്ടുണ്ട്, 63-ാമത്തെ ആയത്തിൽ കണ്ടിട്ടുണ്ട്, 183-ൽ കണ്ടിട്ടുണ്ട്. അപ്പം 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യാം. വീണ്ടും എങ്ങനെയാ ഇബാദത്ത് ചെയ്യാം? എങ്ങനെയാ അറിയാം? ഖുർആനിൽ നിന്നുള്ള. അതിനെങ്ങനെയാ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാ അറിയാം? ഖുർആനിൽ നിന്ന്. അതിനുള്ള ട്രിക്ക് എവിടെയുണ്ട്? 63-ാമത്തെ ആയത്തിലുണ്ട്. ഖുദൂ മാ ആതീനാകും ബിഖുവ്വ, അല്ലെ? നിങ്ങളിലേക്ക് വന്നതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, സ്ട്രെങ്തോട് കൂടി പിടിക്കുക. വദ്കുറൂ മാ ഫീഹി, അതിനകത്തുള്ളതിനെ നിങ്ങൾ ദിക്ർ ചെയ്യുക, അല്ലെ? അതിനകത്തുള്ളതിനെ നിങ്ങൾ മനസ്സിലാക്കുക, ഓർക്കുക, പ്രാവർത്തികമാക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖുർആനെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാല് എന്തായി? ഈ കാര്യം അങ്ങോട്ട് സോർട്ട് ഔട്ട് ആയി, അല്ലെ? നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ കാര്യം. അപ്പൊ ഖുർആന്റെ ആളുകളാവുക. ബേസിക്കലി എങ്ങനെയാ ഖുർആന്റെ ആളുകളാവുക? ഖുർആനോട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക. എങ്ങനെയാ ഖുർആനോട് കണക്റ്റഡ് ആയിരിക്കുക? ഖുർആൻ ഓതുക, ഖുർആൻ മനസ്സിലാക്കുക, അല്ലെ? ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, ബൈഹാർട്ട് ചെയ്യുക, ചിന്തിക്കുക, ജീവിക്കുക. ഇത്രയും വഴികള് നമ്മൾ കേട്ടിട്ടുണ്ട് ഖുർആനെ കുറിച്ച്, ഖുർആനോട് കണക്റ്റഡ് ആവാൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ ഐറ്റംസിലേക്കൊക്കെ നമ്മളെ പുഷ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളൊക്കെ എല്ലാവരും ഇതിൽ ഒന്നിലോ രണ്ടിലോ അല്ലെങ്കിൽ എല്ലാത്തിലും തന്നെ ഉള്ള ആൾക്കാരാണ്. ഒന്നിക്ക് തിലാവയിലും മനസ്സിലാക്കലിലും പഠനത്തിലും പഠിപ്പിക്കലിലും ഹിഫ്ലിലും ചിന്തയിലും, അല്ലെ? തദബ്ബുറിലും ജീവിക്കലിലും ഇതിലൊക്കെ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും 1, 2, 3-ലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ എത്തുമ്പോൾ നമുക്കറിയാം, നമ്മൾ മരിക്കുന്നത് വരെ ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും, അല്ലെ? ഇബ്ലീസ് നമ്മളെ വെറുതെ വിടുവോ? മൂപ്പരിങ്ങനെ പാത്ത് പതുങ്ങിയിരിക്കും, അടുത്ത സ്റ്റേജിൽ പിടിക്കാൻ, അടുത്ത സ്റ്റേജിൽ പിടിക്കാൻ. ഓരോ സ്റ്റേജിലും മൂപ്പര് പിടിച്ചോണ്ടിരിക്കും, അല്ലെ? പക്ഷെ പിടിച്ചാലും രക്ഷയില്ലാണ്ടാവുക നമ്മളെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉള്ളപ്പോഴാണ്. പക്ഷെ നമ്മളെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ പെട്ടുപോണത്, ചില കാര്യങ്ങൾ നമുക്ക് അറിവിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും ഇഖ്ലാസ് ഉള്ളവരാണ്. ഇഖ്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ നിയ്യത്തിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ ഒരു പാതയിലെത്തി. ഓക്കെ, ഇബ്ലീസിനെ ഇനിയിപ്പോ നമ്മളെ എങ്ങനെയാ വഴിതെറ്റിപ്പിക്കാൻ പറ്റുക? നമ്മളെ പെട്ടു, അല്ലെ? ഇബ്ലീസിന്റെ കൈ വിട്ടുപോയി, നമ്മളൊക്കെ ഖുർആന്റെ ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എങ്ങനെ ഇബ്ലീസിനെ വഴിതെറ്റിക്കാൻ പറ്റുക? അതായത് നമ്മളായിട്ട് വഴികേട് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളായിട്ട് ഇഖ്ലാസ് ഇല്ലാണ്ട്, അല്ലെ, തെറ്റായ വഴിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ശരിയാക്കില്ലാണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാണ്ട് പല ഐഹികമായ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കല്ലാതെ നമ്മളെ വഴികേടിലാക്കാൻ ഇനി ഇബ്ലീസിനുള്ള ഒരു വഴി എന്താന്ന് വെച്ചാല് നമ്മളെ ബാലൻസ് നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒന്നിൽ അങ്ങട് ആർമാദിപ്പിക്കുക. ഈ പറഞ്ഞ, അല്ലേ, നിങ്ങളൊക്കെ ഖുർആന്റെ ആൾക്കാരല്ലേ, ആയിക്കോ കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കുറെ സമയം അങ്ങട് ചെലവഴിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ
കുറേ സമയങ്ങൾ ചെലവഴിക്കുക. കാരണം ഈ പറഞ്ഞ എല്ലാം പ്രയോജനമുള്ള കാര്യങ്ങളാണ് അല്ലേ. ഖുർആനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രയോജനമുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാം പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു ഹദീസ് ഉണ്ടല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് വരുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത തിർമിദിയിൽ വന്ന ഹദീസ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമും ഹർഫുൻ വമീമുൻ ഹർഫ്. റൈറ്റ്. അപ്പം അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ ഒരു അക്ഷരാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അലിഫ് ഒരക്ഷരം, ലാം ഒരക്ഷരം, മീം ഒരക്ഷരം, അതിന് ഓരോന്നിനും 10 പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ നമ്മൾ ഓതിന്റെ ആൾക്കാരാവുമ്പോ നമുക്ക് നഷ്ടാവോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇബ്ലീസ് നമ്മളെ ഒരു രക്ഷയില്ലെങ്കിൽ ചെയ്യിക്കെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് തള്ളി അവിടെ കയറ്റി നിർത്തും. ഇത് മതി നിനക്ക്, അതിൽ കൂടുതലൊന്നും വേണ്ടാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ നമുക്ക് കുറെ പ്രതിഫലം ഉണ്ടല്ലോ, അത് മാത്രം മതിയോ? പറ്റൂല. അതുവഴി ബാലൻസ് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? റീതിങ്ക്, പിന്നെയും ചിന്തിക്കുക. കാരണം നമ്മളെ മുമ്പിൽ ചിന്തിക്കാൻ ഖുർആൻ ഉണ്ട് അല്ലെ, തദബ്ബുർ ചെയ്യാൻ ഖുർആൻ ഉണ്ട്. ഹിക്മ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. സൂറത്തുൽ ബഖറയുടെ ഒത്ത നടുവിൽ നമ്മളെടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു അല്ലെ. ബാലൻസ്ഡ് ആയിട്ടുള്ള, ആ അറ്റവും അല്ല ഈ അറ്റവും അല്ല. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ടും, വയക്കൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാകാനും വേണ്ടിയിട്ട്. അപ്പം റീഫോക്കസ് അല്ലേ. അപ്പൊ ഖുർആനിലേക്ക് വരുമ്പം ഏതെങ്കിലും ഒരറ്റത്ത് നമുക്ക് പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതല്ലേ ചെയ്യേണ്ടത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫുൾ ടൈം ഓത്തോ, ഫുൾ ടൈം ഹിഫ്ളോ, ഇനി ഫുൾ ടൈം പഠനം മാത്രോ, ഫുൾ ടൈം ജീവിക്കൽ മാത്രോ അതാണോ ചെയ്തത്? അല്ല, ഇതെല്ലാം ഉണ്ടായിരുന്നു അല്ലെ. ഈ ആയത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഖിബ്ല മാറ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വമാ ജഅൽനൽ ഖിബ്ലത അല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ, അല്ലെ, ആര് റസൂലിനെ ഇത്തിബാ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, മിമ്മൻ യൻഖലിബു അലാ അഖിബൈ, തിരിഞ്ഞു നിന്നവരിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൽപ്പന കൊണ്ടുവന്നത്, ഖിബ്ല മാറ്റത്തിന്റെ അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കറക്റ്റ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാത്തിനും ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഓരോ കാലടിയെയും പിന്തുടരുന്നുണ്ടെന്നും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം പിടിച്ച ആളാണോ? ഖുർആനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചെയ്ത ആളാണോ? അല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് വീണ്ടും റീഫോക്കസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഓരോരുത്തരുടെ ഓരോ സമയത്തുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിനങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. ഇനി ഖുർആനിലേക്ക് വരുമ്പോൾ, ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ ഏതാണ് ഏറ്റവും ടോപ്പ് എന്നുള്ള ഒരു ഹദീസ്, ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഹദീസാണ്. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള അബൂ മുസാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഖുർആൻ ഓതുന്നവർ ഇങ്ങനെയാണ്, ഖുർആൻ ഓതാത്തവർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഏറ്റവും താഴെ അങ്ങോട്ട് തുടങ്ങാം. താഴെ ഏറ്റവും അവസാനം പറഞ്ഞത്, വമസലുൽ മുനാഫിഖി അല്ലദീ ലാ യഖ്റഅൽ ഖുർആന കൽ ഹംവലതി തഅമുഹാ മർറുൻ ഔ ഖബീസുൻ വരീഹുഹാ മർറുൻ. ഖുർആൻ പാരായണം ചെയ്യാത്ത കപട വിശ്വാസി. ഓക്കെ, പാരായണം ചെയ്യാത്ത അതായത് ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, കപട വിശ്വാസി എന്ന് പറഞ്ഞാൽ ജീവിക്കുകയും ചെയ്യുന്നില്ല. അതായത് നിഫാഖ്, മുനാഫിഖ് എന്താണ്? മുത്തഖീന്റെ നേരെ അപ്പുറത്താണ്. അതായത് അക്കാര്യങ്ങൾ അറിഞ്ഞാലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ആള്. മുത്തഖി എന്താണ്? അറിഞ്ഞതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആള് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം പാരായണം ചെയ്യാത്ത മുനാഫിഖ് ആരെ പോലെ എന്ന് പറയുന്നത് ഹംവല, അതെന്താണ്? ആട്ടങ്ങ പോലെ അല്ലെ. ആട്ടങ്ങ എന്ന് പറഞ്ഞാൽ അതിന് മണവും ഇല്ല, രുചിയും ഇല്ല. അൽഹംദുലില്ലാഹ്, നമ്മൾ ആരും അൽഹംദുലില്ലാഹ് അതിനകത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒന്നെങ്കിൽ പാരായണം ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ പഠനമുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കലുണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ബാലൻസ് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഉണ്ട് അല്ലെ. അൽഹംദുലില്ലാഹ്. ഇനി വമസലുൽ മുനാഫിഖി അല്ലദീ യഖ്റഉൽ ഖുർആന കർറൈഹാന റീഹുഹാ ത്വയ്യിബ് വതഅമുഹാ മുർറൻ. ഖുർആൻ പാരായണം ചെയ്യുന്ന കപട വിശ്വാസി, അതിന്റെ ഉപമ എങ്ങനെയാണ്? തുളസിയുടേത് പോലെയാണ്. അതിന്റെ വാസന സുഗന്ധമുള്ളതാണ്, രുചി കയ്പുള്ളതാണ്. നമ്മൾ ഈ കാറ്റഗറിയിലാണോ? അത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ കപട വിശ്വാസി എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്ക് വലിയ ഇഷ്ടമല്ല അല്ലെ. പക്ഷെ നമ്മൾ ആ മുനാഫിഖിന്റെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു രീതിയിൽ അതിനകത്തൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. സൂറത്തുൽ ബഖറയിൽ 8 മുതൽ 20 വരെ അല്ലെ, അത് ആ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയോ നമ്മളൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. കാരണം ഖുർആനിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാത്തവരോ അല്ലെങ്കിൽ കൊണ്ടുവരാത്തവരോ ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആരെങ്കിലും
ഒരുപാട് പാരായണം ചെയ്യും എന്നാൽ അത് പ്രവർത്തിക്കാത്ത ആൾക്കാരാണോ? പ്രവർത്തിക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരാണോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും യെസ് ഞാനെല്ലാം പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ഖുർആനിലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിനും നമുക്കൊരു സ്കെയിൽ ഉണ്ട്. എന്താണ്? നമ്മളെ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ, ഖുർആനിലൂടെയുള്ള കണക്ഷൻ, അതിങ്ങനെ സ്റ്റഡി ആയിട്ട് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളൊരു 10 കൊല്ലം മുമ്പ് ഖുർആൻ ഓതുന്ന പോലെയല്ല ഇപ്പൊ ഓതുന്നത്, അല്ലെ? ഇന്നലത്തത് പോലെയല്ല ഇന്നത്തത് പോലെയല്ല നാളെ. അങ്ങനെ സ്റ്റഡി ആയിട്ട് നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ നമസ്കാരങ്ങളും ഇതുപോലെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. നമസ്കാരങ്ങൾ ബെറ്റർ ആവാന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അത് എണ്ണം കൂടുന്നതാണെങ്കിലും, സമയത്ത് നിസ്കരിക്കുന്നതാണെങ്കിലും, ഹൃദയം അതിനകത്ത് ഉണ്ടാവുന്നതാണെങ്കിലും, ദുആ ചെയ്യുന്നതാണെങ്കിലും, എല്ലാ അർത്ഥത്തിലും, നമസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിലും, നമസ്കാരത്തിലെ ചിന്തകളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിലും, എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഇത്തിരി ആയിട്ട് നമുക്ക് ബെറ്റർ ആവാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ തെളിവാണ്? നമ്മളെ അമലുകള് അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഓക്കെ, അത് ഖുർആനിലെ ലെസൺസ് സ്റ്റഡി ആയിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം മെല്ലെ ക്ലീൻ ആയി വരുന്നുണ്ട്. ആ ക്ലീനിങ് പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് കൊല്ലം മുമ്പ് വരെ നമ്മൾ പലരെ കുറിച്ചുള്ള വെറുപ്പ്, അല്ലെ, അസൂയ, വിദ്വേഷം, കിബിർ, ഷുഹ്, അതൊക്കെ കുറെ മാറി വരുന്നുണ്ട്. നമ്മളെ പല അറ്റാച്ച്മെന്റ്സും, നമുക്കൊക്കെ ജീവിതത്തിൽ പല അറ്റാച്ച്മെന്റ്സ് ഉണ്ടായിരുന്നു, പലരോടും പലതിനോടും, അല്ലെ? നമുക്കൊക്കെ ഭയങ്കര അതില്ലാണ്ട് പറ്റൂല ഇതില്ലാണ്ട് പറ്റൂല എന്നുള്ളതൊക്കെ മെല്ലെ മെല്ലെ മാറി, അല്ലെ? നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളും മെല്ലെ മെല്ലെ മാറി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഖുർആൻ ലെസൺസിലെ ചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്. അത് ഇറങ്ങുമ്പോൾ നമ്മള് ഇബാദത്തിൽ, നമ്മളെ നിസ്കാരത്തിൽ അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. പണ്ട് ഒരു 5 കൊല്ലം മുമ്പ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം ആവില്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ? മാറ്റങ്ങൾ വന്നു തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കൺസേൺ എങ്കിലും നമുക്കിപ്പോ അള്ളാഹു അക്ബർ എന്ന് പറയും. പണ്ട് നമ്മൾ അതുപോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? പണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതും, ആരെങ്കിലും അതിലേ പോയതും, ആരെങ്കിലും കുത്തിയതും, ആരെങ്കിലും ചവിട്ടിയതും, അല്ലെ? അല്ലെങ്കിൽ മക്കളെ വിഷമം, രോഗം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഒരിത്തിരിയും കൂടെ സ്പേസ് അള്ളാഹ്ക്ക് വേണ്ടി കിട്ടി തുടങ്ങി. ശരിയല്ലേ? അല്ലെ? അപ്പൊ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് കുറച്ചും കൂടെ പണ്ട് പണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കൈയും കെട്ടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടി കഴിഞ്ഞിട്ട് പണ്ടൊരു ദുആ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അള്ളാഹിനെ ഓർത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അള്ളാഹിന്റെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ചിലർക്ക് കുറച്ചധികം വരും, ചിലർക്ക് കുറവ് വരും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ കുറച്ചും കൂടെ ഹൃദയം ക്ലീൻ ആയി. നമ്മള് പിന്നാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റെഗുലർ ആയിട്ട് തൗബ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണ്, അല്ലെ? തിന്മകള് നമ്മളെ ബേജാറാക്കാൻ തുടങ്ങി. പണ്ടൊക്കെ വളരെ കൂളായിട്ട്, അല്ലെ, ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂളായിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോയിരുന്ന നമ്മളിപ്പം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചിലത് പറഞ്ഞാലും നമ്മളുടെ ബാക്ക് എൻഡിൽ നമ്മളെ ഹൃദയം അതിനെക്കുറിച്ച് ബേജാറാവാൻ തുടങ്ങും, അല്ലെ? അടുത്ത വക്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദുആ ചെയ്യാൻ തുടങ്ങും, അള്ളാഹുവിന്റെ അടുത്ത് തൗബ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം നമ്മളെ ഹൃദയം ഒന്നും കൂടെ ക്ലീൻ ആയതുകൊണ്ട് തന്നെ ഹൃദയം ഒന്നും കൂടെ എന്താണ്? അള്ളാഹിന്റെ അടുത്ത് സംസാരിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി, ആ പ്യോരിറ്റി, അല്ലെ, അൽ ഖുദ്ദൂസായ റബ്ബിന്റെ അടുത്ത് കോൺവെർസേഷൻ നടത്താനുള്ള ഒരു കുഞ്ഞു പ്യോരിറ്റി ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ഉള്ളിലേക്ക് ഒരു CCTV, അല്ലെ? അതിങ്ങനെ ആ ക്യാമറ ഇങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കണം. നിസ്കാരം ബെറ്റർ ആവുന്നുണ്ടോ, ഖുർആനോത്ത് ബെറ്റർ ആവുന്നുണ്ടോ, അള്ളാഹുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അള്ളാഹിനോട് സംസാരിക്കാൻ പറ്റുന്നത്, അതിങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഇതിനകത്ത് പെട്ടതല്ല ഇവിടെ പറഞ്ഞ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതായത് ഇത്തരത്തിൽ നമുക്കൊരു സ്റ്റഡി പ്രോഗ്രസ് ഒന്നുമില്ല. നിസ്കാരം അങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ കൈയും കെട്ടി അങ്ങനെ പോകുന്നുണ്ട്. ഓത്തും ഖുർആനും ധാരാളമായിട്ട് ഓതുന്നുണ്ട്, ആ ഗ്രൂപ്പിൽ ഓതുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ ഓതുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹൃദയത്തിന് വലിയ മാറ്റമൊന്നുമില്ല, അള്ളാഹുമായിട്ടുള്ള കണക്ഷനും വലിയ മാറ്റമൊന്നുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി വേറെ സമയമൊന്നും കരുതാൻ, അതായത് വേറെ സമയം എന്ന് പറയുമ്പോൾ കൈകൊണ്ടും കാലുകൊണ്ടല്ലോ കേട്ടോ, ഹൃദയം കൊണ്ട് അള്ളാഹ്ക്ക് വേറെ സമയമൊന്നും നമ്മൾ കരുതുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ റൈഹാന ഇതിനകത്ത് പെട്ടു. റൈഹാന പോലെ, അല്ലെ? എന്താ റൈഹാന എന്ന് പറയുന്നത്? തുളസി. അതായത് സുഗന്ധമുണ്ട്, പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് മുത്തക്കയാണെന്ന് അങ്ങോട്ട് തോന്നും. പക്ഷെ ഉള്ളില് എന്താണ്? നല്ല കയ്പുള്ള സാധനം. വായിലെടുത്തിട്ട് നോക്കിയാലാണ്, അല്ലെ, അടുത്താലാണ് ആൾക്കാർക്ക് ആ ഖുർആന്റെ സ്വഭാവം ഒന്നും ഇല്ല എന്നങ്ങോട്ട് മനസ്സിലാവുക. സുബ്ഹാനല്ലാഹ്.
ഇനി അടുത്തൊരു ലെവൽ പറയുന്നുണ്ട്. ഞാൻ ഈ ഹദീസിന്റെ താഴെ നിന്ന് മേലോട്ടാട്ടോ പോകുന്നത്, മുകളിൽ നിന്ന് താഴോട്ടല്ല. അടുത്ത ലെവല് വൽ മുഅ്മിനു അല്ലദീ ലാ യഖ്റഉൽ ഖുർആന വയഅമലു ബിഹി കത്തംറതി തഅമുഹാ ത്വയ്യിബുൻ വലാ റീഹ ലഹാ. ഖുർആൻ ലാ യഖ്റഉൽ ഖുർആൻ, പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയുടെ ഉപമ കാരക്ക പോലെയാണ്. അതിന് മണം ഉണ്ടാവില്ല അല്ലെ, പുറത്തേക്ക് ഇങ്ങനെ ഭയങ്കര മുത്തഖിയാണെന്നൊന്നും തോന്നൂല, എന്നാ രുചിയുണ്ട്. അപ്പൊ നമ്മൾ ചില ഇപ്പൊ ഖുർആൻ പഠിക്കാത്ത ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ, ഓരൊന്നും പഠിക്കുന്നൊന്നുമില്ല എന്നാലും നല്ല സ്വഭാവമാണ്, നല്ല ഡീലിങ്സ് ആണ് അല്ലെ. ചിലര് നമുക്ക് ചിലപ്പോൾ അവർ മുഷിക്കാൻ തന്നെ തോന്നിയേക്കാം അവരുടെ ചില കാര്യങ്ങൾ, പക്ഷെ ഭയങ്കര ഒരു മനുഷ്യനെ വിഷമിപ്പിക്കൂല, വേദനിപ്പിക്കൂല, കുറ്റം പറയില്ല, അങ്ങനത്തെ ആൾക്കാർ. അപ്പം അവർക്ക് എന്താ, കാരക്കൊക്കെ നല്ല രുചിയുണ്ട് അല്ലെ, പക്ഷെ പുറത്തേക്ക് മണം ഉണ്ടാവില്ല, ആ ഒരു ഔട്ട്ലുക്ക് പുറത്തേക്ക് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഇനി ചിലരൊക്കെ ഇതിനകത്തും പെടുന്നുണ്ടാവും. കാരണം യെസ്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ നല്ലോണം ഖുർആൻ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, തദബ്ബുർ ചെയ്യുന്നുണ്ട്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യാതെ നമുക്ക് എങ്ങനെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക അല്ലെ? അള്ളാഹായിട്ടുള്ള നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഖുർആൻ പാരായണത്തിലൂടെയാണ്. അള്ളാഹിനോട് സംസാരിക്കാണ്ട് നമ്മൾ എന്ത് മാറ്റം അല്ലെ, എങ്ങനെയാണ് നമുക്ക് പുരോഗതി ഉണ്ടാവുക? ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാത്തിന്റെ അളവുകോൽ അവിടെയാണ് കിടക്കുന്നത്. നമ്മൾ നമസ്കാരം ബെറ്റർ ആവുന്നുണ്ടോ, ഖുർആനിലൂടെ അള്ളാഹുള്ള കണക്ഷൻ ബെറ്റർ ആവുന്നുണ്ടോ? ആ കണക്ഷൻ, നമസ്കാരം ബെറ്റർ ആവുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഡെയിലി കറക്റ്റ് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഖുർആനിലൂടെയുള്ള കണക്ഷൻ ബെറ്റർ ആവുന്നുണ്ടോ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓതിക്കൊണ്ടേ ഇരിക്കണം, അപ്പോഴേ അള്ളാഹുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ സംസാരം ഒത്തിരിയും കൂടെ ബെറ്റർ ആയോ, ഇന്നലത്തേക്കാൾ ഒരിത്തിരിയും കൂടി ഇൻവോൾവ് ആയിട്ട്, കാരണം നമ്മുടെ ഹൃദയം ഒരിത്തിരിയും കൂടി ശുദ്ധിയാവുമ്പോൾ അത് ഇത്തിരിയും കൂടെ ബെറ്റർ ആവും അല്ലെ. നമ്മുടെ ജീവിതത്തിലെ മറ്റ് അറ്റാച്ച്മെന്റ്സ് ഒക്കെ മാറ്റി വെച്ച് അള്ളാഹിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ അള്ളാഹ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളെ ഹൃദയത്തിനകത്തുള്ള പല അഴുക്കുകളും വിദ്വേഷങ്ങളും വെറുപ്പുകളും കിബറും അതും ഇതും ഒക്കെ മാറുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അൽ ഖുദ്ദൂസിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടല്ലോ, പുറത്തുള്ള ഒരു മനുഷ്യനും തടയാനും പറ്റൂല, ഒരു മനുഷ്യനും അറിയാനും പറ്റൂല ഈ പറഞ്ഞ കാര്യം. ഇത് നമ്മളും നമ്മളുടെ ഹൃദയം നമ്മളുടെ റബ്ബും തമ്മിലുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഒരാൾക്കും അളക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ ആ ചേഞ്ച് എന്താണെന്ന് അല്ലെ. അള്ളാഹിന്റെ മുമ്പിൽ ചെല്ല് നിൽക്കാനുള്ള, അൽ ഖുദ്ദൂസിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള, അൽ ഖുദ്ദൂസിന്റെ അടുത്ത് സംസാരിക്കാനുള്ള പ്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടോന്ന് സുബ്ഹാനല്ലാഹ് നമുക്ക് മനസ്സിലാവും. ഖുർആനെ സ്ഥിരമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ ഖുർആനെ എന്താണ് ഹുദൂമാതീന കുംബി ഖുവ്വ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, കൂവത്തോട് കൂടി നമുക്ക് എങ്ങനെ ഖുർആനെ പിടിക്കാൻ പറ്റുക? അപ്പൊ നമുക്ക് എങ്ങനെയാ തഖ്വ ഉണ്ടാവുക? അപ്പൊ തഖ്വ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഹിദായത്ത് ഉണ്ടാവുക? ഹിദായത്ത് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ഇബാദത്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പർപ്പസ് നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ഖുർആനെ കൂവത്തോട് കൂടി പിടിക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം? ഖുർആനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. ആ പാരായണം ചെയ്യുന്നതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മളെ ഹൃദയം ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം, ജീവിതം ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഖുർആനിൽ പാരായണം ചെയ്തതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കണം. ഭയങ്കര സൈക്ലിക് റിലേഷൻഷിപ്പ് ആട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്ത് ഉടായ്പും കാണിച്ച് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ നടക്കൂല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് ചിന്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തഖ്വ ബെറ്റർ ആവും. കാരണം ഖുർആനിൽ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനകത്ത് നമ്മളൊന്ന് പിടിച്ചു കുലുക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ ഉണ്ടാവും അല്ലെ. അടുത്ത് നമ്മൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ അടുക്കളയിലേക്ക് പോയാലും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ബാക്ക് എൻഡിൽ ഖുർആനിൽ ഓതിയ ആ ഒരു ആയത്ത് നമ്മൾ ഒരുപാട് ഓതി തീർക്കണ്ട. നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ അല്ലെ, സ്വിച്ച് ഇട്ട പോലെ എന്താ 600 ചില്ലാണ് പേജ് തീർക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഒരു പേജ് ചിന്തിച്ചുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അടുത്ത ഒരു മണിക്കൂറെങ്കിലും അതിനകത്തുള്ള നമ്മൾക്കുള്ള തന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. ഒന്നും പോരാത്തതിന് ഇവിടെ വേറെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. നേരത്തെ മുനാഫിക് എന്ന് പറഞ്ഞപ്പം ഇവിടെ പറഞ്ഞത് വൽ മുഅ്മിൻ അല്ലദീ ലാ യഖ്റഉൽ ഖുർആൻ, മുഅ്മിനും കൂടെ ആയിരിക്കണം. അപ്പം ഈ പറഞ്ഞ കാരക്കന്റെ ക്വാളിറ്റിയെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനായിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറയില്ലേ, ചിലർ മുശ്രിക്കാന്ന് നമുക്ക് തോന്നും, പക്ഷെ നല്ല സ്വഭാവമാണെന്ന്. പക്ഷെ അവർക്ക് കാരക്കന്റെ ക്വാളിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം മുഅ്മിനാവണം എന്നുള്ള നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. കാരക്കന്റെ ക്വാളിറ്റിയെങ്കിലും കിട്ടണമെങ്കിൽ നമ്മള് വിശ്വാസം കറക്റ്റ് ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ വിശ്വാസം എന്താ നമുക്ക് അറിയണം അല്ലെ. എന്നിട്ട് ഖുർആൻ പാരായണവും ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയും വേണം. അപ്പോഴാണ് നമ്മൾ കാരക്കന്. ഇനിയും ഇതിന്റെ മേലെ ഒരു വിഭാഗം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അൽ മുഅ്മിൻ അല്ലദീ യഖ്റഉൽ ഖുർആന വയഅമലു ബിഹി. ആര് ഖുർആൻ പാരായണം ചെയ്യുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യഖ്റഉൽ ഖുർആന വയഅമലു ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൽ ഉത്റുജ്ജ, ആരെ പോലെയാണ്? മധുര നാരങ്ങ പോലെയാണ് അവരുടെ കാര്യം. തഅമുഹാ ത്വയ്യിബുൻ വറീഹുഹാ ത്വയ്യിബുൻ, അതിന്റെ വാസനയും സുഗന്ധമുള്ളതാണ്, രുചിയും ഭംഗിയുള്ളതാണ്, തൃപ്തികരമാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ വിശ്വാസിയാവണം,
പാരായണം ചെയ്യുന്ന ആൾക്കാരാവണം, പ്രവർത്തിക്കുന്ന ആൾക്കാരാവണം അല്ലേ? വിശ്വാസിയാവണമെങ്കിൽ നമുക്ക് ഈമാൻ എന്താന്നറിയണം. എന്നിട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പാരായണം നമുക്കറിയണം അല്ലെ? ആൻഡ് പാരായണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് കണക്ട് ചെയ്യണം. ആൻഡ് അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് പാരായണത്തിലൂടെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ച് ബേസ് എങ്കിലും അറിഞ്ഞിരിക്കണം. അറ്റ് മിനിമം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ പഠിക്കണം. ആൻഡ് അത് പഠിച്ചിട്ട് അത് പ്രവർത്തിക്കുന്ന ആൾക്കാരാവണമെങ്കിൽ നമുക്കത് മനസ്സിലാവണം, ചിന്തിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് അതിനിടക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്, സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് ബെറ്റർ ക്ലാരിറ്റി കിട്ടും. നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാവുന്നത് കൂടുതൽ. ഓക്കെ, മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഞാൻ പ്രവർത്തിക്കുന്നില്ല, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്നുള്ള സംഭവം വർക്ക്ഔട്ട് ആവില്ല. നമ്മളെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യത്തോട് കൂടി മാത്രമേ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പ്രവർത്തിക്കൽ എളുപ്പമായോ? പഠിപ്പിച്ചാല് എളുപ്പമായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ എന്തുണ്ട്? എല്ലാം ഉണ്ട് ഈ പറഞ്ഞ മധുരനാരങ്ങ ആവുന്ന കാര്യത്തിൽ അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ വിശ്വാസം ഉണ്ട്, പഠിക്കലുണ്ട്, പഠിപ്പിക്കലുണ്ട്, ചിന്തിക്കലുണ്ട്, മനസ്സിലാക്കലുണ്ട്, പ്രാവർത്തികമാക്കലുണ്ട്. ഇത്രയും ഉണ്ടാവുമ്പോഴാണ് മധുരനാരങ്ങ ആവുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ ഹിഫ്ളും കൂടെ ചെയ്യുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മൊത്തത്തിലുള്ള പാക്കേജ് ഉണ്ടല്ലോ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ഹിഫ്ള് ചെയ്യുമ്പോൾ. അതായത് ഹിഫ്ള് ചെയ്യാന്ന് പറയുന്നതിൽ, അതായത് ഖുർആൻ വെറുതെ പാരായണം ചെയ്ത് പോകുന്നതിൽ കാര്യമില്ല, നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? അപ്പം ഹിഫ്ളിൽ നമുക്ക് പഠനമുണ്ട്, എന്താണ്, മനസ്സിലാക്കലുണ്ട്, ചിന്തയുണ്ട്, പ്രാവർത്തികമാക്കലുണ്ട്, പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. അതിന്റെ പുറമെ ബൈഹാർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഹിഫ്ദിന് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പാരായണം ചെയ്താൽ പോരാ അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഹിഫ്ദ് ചെയ്യുന്നവരുടെ തഖ്വ വേറെ ആർക്കും ഉണ്ടാവില്ല. വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റമളാനില് കൊടുങ്കാറ്റ് പോലെ എന്താണ് സ്വതക്ക ചെയ്യുന്ന, സുബ്ഹാനല്ലാഹ് അല്ലെ? കൊടുങ്കാറ്റ് പോലെ സ്വതക്ക ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? വീണ്ടും വീണ്ടും ഖുർആനിൽ റിമൈൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ, കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹിഫ്ള് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും 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 ഈ കാര്യം അവർ ഓർക്കുകയും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവർ ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അവർ അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പം ഈ മൊത്തത്തിലുള്ള പാക്കേജ് വീണ്ടും ഡബിൾ ട്രിപ്പിൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ കണക്കിൽ ഒതുങ്ങാത്തതായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഇതിനകത്ത് ആ കാര്യം പറഞ്ഞിട്ട് പോലുമില്ല. മധുര നാരങ്ങന്റെയും മേലെയായിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളോട് തന്നെ ചോദിക്കാം, എവിടെയാണ് നമുക്ക് ഫിറ്റ് ആവേണ്ടത്? ഓക്കെ, മധുരനാരങ്ങ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്? മധുരനാരങ്ങ ആവുന്ന കാര്യത്തിൽ ഈമാൻ ആണോ? അത് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം അല്ലെ? ഖിറാഅത്താണോ? അതിനെന്താ വേണ്ടത്? അത് ചെയ്യണം. ഇനി അമലിലേക്ക് കൊണ്ടുവരലാണോ? അതിനെന്താ വേണ്ടത്? അത് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ? എന്താണോ നമുക്ക് മിസ്സിങ്? ഈ മധുരനാരങ്ങ ആവണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാൻ അതിന്റെ താഴെ കാരക്ക മതി എന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. മധുരനാരങ്ങ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കുക, എനിക്ക് ഈ പറഞ്ഞതിൽ എന്താ മിസ്സിങ് ഉള്ളത്? അത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? നമ്മളെ മുമ്പിൽ മാതൃകകളുണ്ട് അല്ലെ? നമുക്ക് കാണിച്ചു തന്ന മാതൃകകളുണ്ട്. അതുകൊണ്ട് അത് പറ്റും എന്നുള്ളതിന് ഒരു സംശയമില്ല. പ്രയാസാണോ? അതുമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലൂ തന്നിട്ടുണ്ട് അല്ലെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ നമുക്ക് ഇബാദത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിന്റെ സഹായം തന്നെ വേണം. അപ്പൊ അള്ളാഹിന്റെ സഹായം അല്ലെ? അള്ളാഹിന്റെ സഹായം, അള്ളാഹ്ക്ക് സഹായിക്കാൻ പറ്റാത്തല്ലേ എന്തെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഹുദൽ ലിൽ മുത്തഖീൻ അല്ലെ? അപ്പൊ മുത്തഖിയാവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്താണോ പഠിച്ചത് അത് പ്രാവർത്തികമാക്കാം. ഓക്കെ, ദുനിയാവിലുള്ള എല്ലാം പഠിച്ചു വെക്കലല്ല മുത്തഖി. എന്താണോ പഠിച്ചത് അത് പ്രാവർത്തികമാക്കാം. അത് പ്രാവർത്തികമാക്കിയാൽ വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. നിങ്ങൾ തഖ്വ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കും അല്ലെ? അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് നമ്മൾ ജീവിതത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന ഹിദായത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അറിവ് നമ്മൾ പ്രാവർത്തികമാക്കുക. അപ്പൊ അള്ളാഹു നമുക്ക് കുറച്ചും കൂടെ പഠിക്കും. അപ്പൊ കുറച്ചും കൂടെ ഹിദായത്ത് വരും. ഓക്കെ, അള്ളാഹുവിൽ നിന്നുള്ള സഹായം വരും. അപ്പൊ നമുക്ക് അള്ളാഹിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. അള്ളാഹ് കൂടുതൽ പഠിപ്പിക്കും, അള്ളാഹിന്റെ സഹായം വരും, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാം. അപ്പം നമ്മളോട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്? ഒരിക്കലും അല്ല അല്ലെ? കോംപ്ലിക്കേറ്റഡ് ആക്കാൻ അള്ളാഹ് പറയുന്നുണ്ടോ? എല്ലാം കൂടെ നിങ്ങൾ വാരി വലിച്ച് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാക്കാൻ പറയുന്നുണ്ടോ? എന്നിട്ട് ആകെ കൂടെ ഒന്നും ഇല്ലാത്ത ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹ് പറയുന്നുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. ഈ വത്തഖുല്ലാഹ് എന്ന് പറയുന്നത് ചിലപ്പം എന്നിലേക്ക് എത്തിയ കാര്യമായിരിക്കില്ല നിങ്ങളിലേക്ക് എത്തിയത്.
ഓക്കെ, എനിക്ക് വന്ന കമാൻഡ് ആയിരിക്കും, ഞാൻ മനസ്സിലാക്കിയതായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതിനെ ഞാൻ പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് അടുത്ത ലെവൽ എന്താണോ വേണ്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ മനസ്സിലാക്കി നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹു നിങ്ങളിലേക്ക് എത്തിക്കും. അള്ളാഹിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഹിദായത്ത് തേടിക്കൊണ്ടേയിരിക്കുക. മുത്തഖിയാവാൻ വേണ്ടിയിട്ട് ഈ ടിപ്പുകൾ എടുത്ത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പഠിച്ചത് ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വാരി പിടിക്കണ്ട. റിസ്ക് ആട്ടോ. കാരണം ഒന്നാമത് എല്ലാം കൂടെ ഒന്നിച്ച് വാരി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. രണ്ടാമത് നമ്മൾ എത്രത്തോളം പഠിച്ചു വെക്കുന്നു അത് നമ്മളുടെ തലയുടെ മേലെ വാളാണ്. ചോദ്യം വരും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ചിലതൊന്നും നമുക്ക് പറ്റീന്ന് വരൂല. നമ്മൾ വേറെ രീതിയിൽ പഠിച്ചു വെച്ചത് കൊണ്ട്, വേറെ സാഹചര്യങ്ങളിലായത് കൊണ്ട്, ചിലപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ട് അള്ളാന്റെ അടുത്ത് ചോദിക്കുക സഹായത്തിനാണ്. ഓക്കെ, നമ്മൾ മാറാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫാ. അള്ളാന്റെ അടുത്ത് ചോദിച്ചോണ്ടേയിരിക്കുക. അത് ഇമ്പോർട്ടന്റ് കാര്യമൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. അള്ളാഹ് വീണ്ടും പഠിപ്പിക്കും. അങ്ങനെ നമുക്ക് വീണ്ടും പ്രാവർത്തികമാക്കാം. അങ്ങനെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഓക്കെ, സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 100,000 ക്വസ്റ്റ്യൻസ് എല്ലാ ലൈവ് സെഷനിലും കയറി ചോദിച്ച് എല്ലാ യൂട്യൂബ് വീഡിയോന്റെ അടിയിലും ക്വസ്റ്റ്യൻ ചോദിച്ച് കമന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് വൃത്തിക്ക് അങ്ങോട്ട് ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു ട്രാക്ക്, ഏതെങ്കിലും ഒരു അക്കാഡമിയോ, ഏതെങ്കിലും ഒരു ടീച്ചറോ, അല്ലെങ്കിൽ ലൈക്ക് ഒരു പാക്കേജോ ഒരു കോഴ്സോ നിങ്ങൾ ഫോളോ ചെയ്യാം. അള്ളാന്റെ പ്രോമിസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളത്. ഓക്കെ, അള്ളാന്റെ പ്രോമിസിൽ അത്ര ഉറച്ച വിശ്വാസം. അത്തഖുല്ലാഹ് നല്ല ഈമാനുള്ള ആളുകൾ ഇങ്ങനെ എല്ലാത്തിന്റെ പിന്നാലെ പോയി ബേജാറാവേണ്ട ഒരാവശ്യമില്ല. അള്ളാന്റെ കഴിവിലല്ല സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവരാണ് ഈ എല്ലാം പഠിച്ചിട്ട് അങ്ങോട്ട് നന്നായി കളയാന്ന് വിചാരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് അല്ലെ, നിങ്ങളെ തഖ്വ കാണിക്ക്, നിങ്ങളെ ഞാൻ പഠിപ്പിക്കാന്ന്. നമ്മൾ എന്തിനാ ബേജാറാവുന്നേ? ആ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അള്ളാഹ് പഠിപ്പിക്കാന്ന് പറയുന്ന ഒരു അത്ഭുതം, അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയേ. എന്തൊരു ഫീലിംഗ് ആണെന്നറിയാം അത്. അള്ളാഹ് എനിക്ക് പഠിപ്പിച്ചത് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹ് പഠിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ഇനി വേണ്ടത് അള്ളാഹ് പഠിപ്പിച്ച് തരും നമ്മൾ വിശ്വസിക്കുകയും അള്ളാഹു പഠിപ്പിച്ച് തരുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല. നമ്മളെ എല്ലാ സ്ഥലത്തുനിന്നും വാരി വലിച്ച് പഠിച്ചു തീർക്കുന്ന തിരക്കിലായിരിക്കും അല്ലെ. ഒന്ന് നമ്മളെ തൊട്ട് മുമ്പേയുള്ള ജനറേഷനെ കുറിച്ച് ആലോചിക്കുക. നമ്മളുടെയൊക്കെ ഉമ്മ ഉപ്പ അതും വേണ്ട, അതിന്റെ അപ്പുറത്ത് നമ്മുടെ വല്യമ്മ വല്യപ്പ, അവരുടെ വല്യമ്മ വല്യപ്പ, ആ ഒരു ജനറേഷനിൽ അവർക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നോ? യൂട്യൂബ് ഉണ്ടായിരുന്നോ? ഈ ഓൺലൈൻ അക്കാഡമീസ് ഉണ്ടായിരുന്നോ? പക്ഷെ അവർക്ക് തഖ്വ ഉണ്ടായിരുന്നില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലേ നമ്മളുടെ സ്വന്തം ഗ്രാൻഡ് പാരന്റ്സിന്റെ കാര്യം. അപ്പം എനിക്ക് സുബ്ഹാനല്ലാഹ്, ഞാൻ ഖുർആനിൽ നിന്ന് പഠിക്കുന്ന ഓരോ ലെസൺ കേൾക്കുമ്പോഴും എനിക്ക് എന്റെ വല്യുപ്പനെ ഓർമ്മ വരും, എന്റെ ഉമ്മന്റെ ഉപ്പനെ. സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിക്കാം ഒന്നും പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഈ ഖുർആനിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയുന്നതും കേട്ടില്ല. എവിടെയും പോയി പഠിക്കുന്നതും എഴുതുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുമ്പോ വീട്ടിൽ നിന്നും തഫ്സീർ എടുത്ത് വെച്ചിട്ട് ഇത് വായിക്കുന്നു പറയും, എന്നിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറയും. എനിക്കൊന്നും മനസ്സിലാവാറില്ല എന്നാ. സുബ്ഹാനല്ലാഹ്, പക്ഷേ ജീവിതം അതായിരുന്നു. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ലെസണും മൂപ്പരെ ജീവിതമായിരുന്നു. യൂട്യൂബിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാ, ലൈവ് സെഷനിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാ. അപ്പം അള്ളാഹ് പഠിപ്പിച്ചതാണ് അവരല്ലേ. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കും അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കോംപ്ലിക്കേറ്റ് ചെയ്യല്ലേ പ്ലീസ്. എല്ലാം കൂടെ എടുത്ത് സ്ട്രെസ് ആക്കിയിട്ട് ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കി തീർക്കരുത്. ഓക്കെ, എന്നിട്ട് ഫോക്കസ് നഷ്ടപ്പെട്ടവരെ പോലെ ആവരുത്. ഓക്കെ, എന്നിട്ട് അവസാനം എന്നേക്കുമുള്ള നഷ്ടക്കാരിൽ പെട്ടു പോകരുത്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. ഇനി ഇതിപ്പോ പഠിച്ച ജീവിതത്തിൽ പ്രാവർത്തികമൊക്കെ ആക്കി, എന്നാ പിന്നെ പഠിപ്പിക്കുന്നത് അങ്ങടെ നിർത്തി, അതെങ്കിലും ഒന്ന് നിർത്താൻ സമ്മതിക്കോ ടീച്ചറെ എന്ന് ചോദിക്കുന്നവരെടുത്ത്. ഓക്കെ, സൂറത്ത് ആൽ ഇമ്രാനിൽ തന്നെ 110-ാമത്തെ ആയത്ത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യവംശത്തിനു വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. ഓക്കെ, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും വതുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹ് വേറൊരു ഉദ്ദേശം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാ, നിങ്ങളെ മനുഷ്യ സമുദായത്തിന് വേണ്ടിയാ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് കൊണ്ടുവന്ന ഏറ്റവും ബെസ്റ്റ് സമൂഹമാണ് നിങ്ങളിൽ. അപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് സമൂഹം ആവുമ്പോഴേ ശരിക്കും നമുക്ക് മനുഷ്യവംശത്തിന് വേണ്ടി ആ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കണം അല്ലെ. നമ്മൾ നമ്മളെ തന്നെ ബെറ്റർ വേർഷൻ ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് സദാചാരം കൽപ്പിക്കാനും ദുരാചാരം വിരോധിക്കാനും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ വിശ്വസിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഞാൻ പഠിച്ചെന്നെ നന്നാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നിർത്തിക്കളയാൻ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു ലക്ഷ്യത്തിൽ അവിടെ നമ്മൾ നിറവേറാതെ പോവാണ്. വീണ്ടും പർപ്പസ് അല്ലെ, വീണ്ടും നമ്മളുടെ
ലക്ഷ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കല്, മറ്റുള്ളവരിലേക്ക് എത്തിക്കല് നമുക്ക് നിർത്താൻ പറ്റൂല. തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, അതായത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ശരിക്കും നമ്മൾ ചെയ്യുന്ന ആൾക്കാരാവണം. അങ്ങനെ നമുക്ക് അവർക്ക് അതിനുള്ള ശരിക്കുള്ള ഓരോ കാര്യവും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ശരിക്കും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക, എന്തൊക്കെ സ്റ്റേജുകൾ കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും ആ ഒരു അമലിലേക്ക് നമ്മൾ എത്തുന്നത് മനസ്സിലാവും. നമുക്ക് ടിപ്സും ട്രിക്സും നമുക്ക് മനസ്സിലാവും. അല്ലാത്ത പഠനങ്ങളൊക്കെയും ബ്രെയിനിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്. നമ്മൾ മാത്സും സയൻസും പഠിക്കുന്നത് പോലെ മാത്രമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ളതല്ല, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ളതല്ല. നമ്മൾ പ്രാവർത്തികമാക്കിയാൽ തന്നെ നമുക്ക് ഈ ഹൈർ ഉമ്മത്തിൻ ആവാൻ പറ്റുള്ളൂ, ബെസ്റ്റ് സമുദായം ആവാൻ പറ്റുള്ളൂ, അതിലൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ഇപ്പൊ നിങ്ങൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, അപ്പം തഫ്സീർ, ഇനിയിപ്പോ പഠിക്കാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് സഹീഹ് ബുഖാരി, പിന്നെ അസ്മാൽ ഹുസ്ന, ഇനി ഫാമിലി സീരീസ്, അത് ഇപ്പൊ കുറച്ച് നാളായിട്ട് ബ്രേക്കാ. ഇതല്ലാത്തതൊന്നും ഞാൻ പഠിക്കുന്നില്ല ഇപ്പൊ. ഓക്കെ, വേറെ ഒരു ലോങ് ടേം കോഴ്സ് ഞാൻ പഠിക്കുന്നില്ല. ഷോർട്ട് ടേം വരാറുണ്ട്, ഒരു 2 മാസത്തേക്കൊക്കെ. ഇപ്പം ചില അവിടെ ഇവിടെയൊക്കെ ചില സ്കില്ലുകൾ, ചില ബെറ്റർമെന്റ്, തജ്വീദ് പോലെയുള്ള കാര്യങ്ങളൊക്കെ 1-2 മാസത്തേക്കൊക്കെ എടുത്ത് അതങ്ങ് തീർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ കാര്യം, അതായത് ഞാൻ പഠിക്കുമ്പോഴാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും എവിടെയും ഞാൻ പഠിക്കുന്നില്ല. പഠിപ്പിക്കുന്നുണ്ട് വേറെ കുറെ കാര്യങ്ങൾ, അതായത് കുട്ടികളെ കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പലതും റെഫർ ചെയ്ത് പലതും ചെയ്യാറുണ്ട്. അതെന്റെ അമലിൽ എന്നെ കൂടുതൽ എനിക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പ്രയോജനം കിട്ടും. നമുക്ക് മാറാൻ പറ്റൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നമുക്ക് മാറാൻ പറ്റും. പക്ഷെ ഒരുപാട് പഠിച്ചു വെക്കുന്നത് നമുക്ക് റിസ്ക് ആണ്. ഓക്കെ, എല്ലാം കൂടെ വാരി പിടിക്കും, നമുക്ക് ഭയങ്കര റിസ്ക് ആണെന്ന് മാത്രമല്ല ഒരു പ്രയോജനം ഇല്ലാണ്ടായി മാറും. സുബ്ഹാനല്ലാഹ്. അപ്പം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിലേക്ക് ഓരോ കൽപ്പനയും എത്തുമ്പം ഓക്കെ, അതിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് ശ്രമിക്കുക, ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതിന്റെ കൂടെ തന്നെ എന്താക്കുക, അത് പാരായണം ചെയ്യുന്ന ആളുകൾ, പാരായണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ ആയി മാറാൻ ശ്രമിക്കുക. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അപ്പൊ എന്റെ തന്നെ പല സ്റ്റുഡൻസും ഞാൻ എടുക്കുന്ന എല്ലാ കോഴ്സും ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ചിലർ വന്ന് ചോദിക്കും, കുട്ടികളുടെ എല്ലാം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ടീൻസും കിഡ്സും അതും കൂടെ കേട്ടിട്ട് അല്ലെ, അത് എങ്ങനെയാന്ന് പഠിക്കാനാണ്. എന്നിട്ട് ഇവരെന്നെ ഇതേ സമയത്ത് വേറെ പല അക്കാഡമിയിലും സ്റ്റുഡൻസ് ആയിരിക്കും, വേറെ പല കോഴ്സിനും എക്സാം എഴുതുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബിസി, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കാം. ഓരോരുത്തർക്കും അറിയാം എനിക്ക് എന്താണ് പ്രശ്നമുള്ള ഏരിയ. ഓക്കെ, ആ ഏരിയയിൽ എങ്ങനെ എനിക്ക് ബെറ്റർ ആവാം, അതിനു വേണ്ടി നിങ്ങൾ എക്സ്ട്രാ കോഴ്സ് എടുക്കുന്നു, അൽഹംദുലില്ലാഹ് ഖൈർ. ഓരോരുത്തരും ചെന്നിട്ട് ഇനിയിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പർ കൊണ്ട് എടുത്തിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം ദീനി മാർഗത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി അതെല്ലാം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബക്കറ്റ് ഉണ്ടല്ലേ, ഖുർആന്റെ അഹലുകാരാവണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ മനസ്സിലാക്കണം, പഠിക്കണം, തദബ്ബർ ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, പഠിപ്പിക്കണം. ഈ പറഞ്ഞ എല്ലാത്തിലേക്കും ഓരോ ഐറ്റംസ് എങ്കിലും വരുന്നുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഐറ്റത്തിൽ തന്നെ 2-3 കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടോ? ഇനി ഇത് കാരണം എന്റെ അമലുകൾ ബെറ്റർ ആവുന്നുണ്ടോ? എങ്ങനെ അമല് ബെറ്റർ ആവുക? ഞാൻ നേരത്തെ പറഞ്ഞു, നിസ്കാരം മെല്ലെ പോകെ ബെറ്റർ ആവുന്നത് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള കണക്ഷൻ ബെറ്റർ ആവുന്നത് കാണാം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തദബ്ബർ ചെയ്യാൻ പറ്റും, അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലെ. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വർക്ക് ചെയ്യണം ആദ്യം മുതലേ. എനിക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ മാത്രം എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നിർത്തേണ്ട കോഴ്സുകൾ നിർത്തണം, തുടങ്ങേണ്ടത് തുടങ്ങണം, മാറ്റേണ്ടത് മാറ്റണം, മാറ്റേണ്ടത് സ്റ്റൈല് മാറ്റണം. ഓക്കെ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഹൃദയത്തിനെ ഫിക്സ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ദീനിന്റെ പേരിലാണെങ്കിൽ പോലും മാറി നിൽക്കേണ്ട സമയം ആയിട്ടുണ്ട്. കാരണം ഹൃദയത്തിനെ മലിനമാക്കുന്ന, ഹൃദയത്തിന് വിഷം നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഒന്ന്, അധികമായിട്ടുള്ള ഉറക്കം, അധികമായിട്ടുള്ള ഭക്ഷണം, അധികം സോഷ്യലൈസേഷൻ, അതായത് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ ഉണ്ടാവുക. അതായത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത, അതായത് എന്റെ ഈ ഒരു ട്രാക്ക് ഉണ്ടല്ലേ, ഞാൻ തീരുമാനിച്ച എന്റെ ഒരു ട്രാക്ക് ഉണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്റെ നിസ്കാരം ബെറ്റർ ആക്കണം, എന്റെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ബെറ്റർ ആക്കണം. അള്ളാഹുമായിട്ടുള്ള കണക്ഷനെ ബെറ്റർ ആക്കാത്ത ഡിസ്കഷൻസ് എവിടെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വേണ്ട.
ഓക്കെ. ഈ കാര്യങ്ങൾ നമ്മൾ എക്സസ് ഉറക്കം, എക്സസ് ഭക്ഷണം, എക്സസ് സോഷ്യലൈസേഷൻ, എക്സസ് മനുഷ്യന്മാരായിട്ടുള്ള ഇടപെടൽ, എക്സസ് ആണ് ഞാൻ പറഞ്ഞത്, അധികമായിട്ടുള്ള ആവശ്യത്തിന് എല്ലാം വേണം, ഈ പറഞ്ഞതൊക്കെ വേണം. ഇനി ആവശ്യത്തിന് എപ്പോഴും എക്സ്ട്രീമിറ്റിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ആവശ്യമുള്ള കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യും, ഉറങ്ങൂല, ഭക്ഷണം കഴിക്കൂല, ദിവസം അങ്ങോട്ട് നോമ്പിടിച്ച് കളയും അല്ലെ, അല്ലെങ്കിൽ തീരെ മനുഷ്യന്മാരോട് മിണ്ടൂല, അത് നടക്കൂല. ഇതൊക്കെ ബാലൻസ്ഡ്, എല്ലാം ബാലൻസ്, എപ്പോഴും ഈ ബാലൻസ് എന്ന വാക്ക് മനസ്സിൽ വന്നോട്ടെ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അൺമാനേജ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്ലോലി നമുക്ക് നമ്മുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആലസ്യം വരും. നമ്മളെ ഹൃദയം ഹാർഡാവും. ഹൃദയം ഹാർഡാവുന്നത് നമുക്ക് വേഗം മനസ്സിലാവും. ഖുർആനും നിസ്കാരമാണ് അതിന് ഏറ്റവും വലിയ ലാബ്. ഓക്കെ. ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും നമ്മുടെ ഹൃദയം ഹാർഡാണോ. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലൊന്നും പോകണ്ട, അത് എടുക്കാം, മുസ്ഹഫ് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു പേജും 2 ആയത്ത് ഓതിയാൽ നമുക്ക് മനസ്സിലാവും ഹൃദയം ഹാർഡാണോ. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള അകൽച്ചയും കൂടും. എപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൺമാനേജ്ഡ് ആണെങ്കിൽ, ഹൃദയത്തിനെ പൊല്യൂഷന് മലിനമാക്കാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായ സംസാരങ്ങൾ, എന്നാൽ ഞാൻ വീണ്ടും വീണ്ടും പറയാം, ആവശ്യമായ ഉറക്കം, ആവശ്യമായ ഭക്ഷണം, ആവശ്യമായ സംസാരം ആവശ്യം തന്നെയാണ്. ഓക്കെ. കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ഓർമ്മ അല്ലാത്ത വർത്താനങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കരുത്, ആവശ്യത്തിനാക്കാം. ഓക്കെ. എന്നിട്ട് നമ്മളിപ്പോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലോ, എന്റെ ആക്ഷൻസ് ബെറ്റർ ആയോ, നമസ്കാരം ബെറ്റർ ആയോ, എന്റെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ബെറ്റർ ആയോ, എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്. എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സിനനുസരിച്ച്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ആൻസേഴ്സിനനുസരിച്ച് നിങ്ങൾ ആദ്യം എഴുതിയ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുന്നതാണോ എങ്കിലും ഓക്കെ, അത് അങ്ങനെ പോയിക്കോട്ടെ. അല്ലെങ്കിൽ മാറ്റാം, പുതിയത് കൊണ്ടുവരാം. ഓക്കെ. കറക്റ്റ് ആൻസേഴ്സ് ഇതിന് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വേണ്ടത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ദുആ ചെയ്യുക, പുതിയ കോഴ്സസ് എടുക്കുക, പുതിയ ക്ലാസ്സസ് ചെയ്യാം. ഓക്കെ. ഇനി ചില സ്റ്റൈലുകൾ ഫിറ്റ് ആവുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിന്റെ കാര്യം പറയാറുണ്ട് അല്ലെ, ചിലർക്ക് ഈ സ്റ്റൈൽ ഫിറ്റ് ആവാറില്ല. കുഴപ്പമില്ല, വേറെ എത്ര ക്ലാസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വത്തക്കുള്ള വാഴലിമക്കുള്ള, അള്ള പഠിപ്പിച്ചോളും നമുക്ക് വേണ്ടത്. നമ്മൾ അള്ളാഹ് ഇതുവരെ പഠിപ്പിച്ചത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് നമ്മൾ കറക്റ്റ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട സ്റ്റൈലുള്ള സാധനങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. എല്ലാ ടീച്ചറും ഫോളോ ചെയ്യുന്ന എല്ലാ ടീച്ചർമാരുടെയും ട്രാക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട. ഓരോ ടീച്ചർമാരും അവരവരുടെ ജീവിതം ജീവിക്കുകയാണ്, അവരവരുടെ സിസ്റ്റം കറക്റ്റ് ചെയ്യാണ്. അവർ ഫെയിൽ ആവുന്ന കാര്യത്തിലായിരിക്കില്ല നമ്മൾ ഫെയിൽ ആവുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ട ട്രാക്ക് നമ്മൾ എടുക്കുക. ഞാനും എന്റെ ഒരു ട്രാക്ക് ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫോ സക്സസിൽ. ഓക്കെ. അപ്പം നിങ്ങൾ ട്രാക്ക് അതുമായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ മാത്രം ഇതിനെ ഫോളോ ചെയ്യാം. ഓക്കെ. ഓരോ ടീച്ചേഴ്സും അവനവന്റെ ജന്നത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്, നമ്മൾ നമ്മുടെ ജന്നത്തിലേക്ക് ഉണ്ടാക്കണം. അവരെ ജന്നത്തിലേക്ക് പോകുന്ന തിരക്കിൽ നമുക്ക് നമ്മളെ വഴി, നമ്മളെ ഇതിനെ സിറാത്തുൽ മുസ്തഖീം, നമ്മളെ സിറാത്തുൽ മുസ്തഖീം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ. ഓരോരുത്തർക്കും എന്താണ് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജന്നാന്റെ ട്രാക്ക് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, ബെസ്റ്റ് ആയതിനോട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ. നമ്മളെ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും ചാനലിലും വരുന്ന എല്ലാ മെസ്സേജും എല്ലാ ഇതും സബ്സ്ക്രൈബ് ചെയ്ത്, എല്ലാത്തിനെയും ഫോളോ ചെയ്ത്, എല്ലാ ചാനലിലെ ക്ലാസ്സുകളും കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട. ഹിക്മത്തുള്ള ആൾക്കാരായി മാറുക, ഫോക്കസ് ഉള്ള ആൾക്കാരായിട്ട് മാറുക. ഓക്കെ. നമ്മളെ വീട്ടില് ഏറ്റവും വിലപ്പെട്ട ഒരു നിധി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളെ പൂർവികന്മാരായിട്ട് വെച്ച ഒരു നിധി ഉണ്ട്, അത് അലമാരിന്റെ അകത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ദരിദ്രനായിട്ട് ജീവിക്കുന്ന തിരക്കിൽ അത് നോക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അതെന്തൊരു വലിയ വെഡിത്തായിരിക്കും അല്ലെ. എനിക്ക് എന്റെ ദാരിദ്ര്യത്തിനിടയിൽ, അല്ലെങ്കിൽ എന്റെ ജോലി, എന്റെ കൂലിപ്പണി എടുക്കുന്ന തിരക്കിൽ, കൂലിപ്പണിക്കാർക്ക് നല്ല തിരക്കായിരിക്കും, രാവിലെ പോയി രാത്രിയിലെ അവർക്ക് വരാൻ പറ്റുള്ളൂ. ആ തിരക്കിൽ നിധി തുറന്നു നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു ഫൂളിഷ്നെസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പുവറായിട്ട് ജീവിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള നിധികൾ നമ്മൾ മനസ്സിലാക്കാതെ പോകും. ഓക്കെ. അപ്പം ആക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പോവുക, ഖുർആൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇതൊക്കെയും മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുക. ഇനി ഏതെങ്കിലും ഒന്ന് ഒരുപാട് അധികം, മറ്റത് തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പാക്കട്ടെ. കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വേറൊരു വലിയ ഡേഞ്ചറാണ് നമ്മുടെ ഈ ബാലൻസ് കാരണം തന്നെ വരുന്ന വലിയൊരു അപകടം. എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ ദീനിനകത്തേക്ക് ഇങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ലിമിറ്റ് ചെയ്യുക. അതായത് ദുനിയാവില്ലാത്ത ഒരു ദീൻ, അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെൻഡായിട്ട് നമ്മളെ ചുറ്റുപാടും ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിലും നമ്മളെ മക്കളിലും. പറഞ്ഞോളി.
അപ്പം ദുനിയാവില്ലാത്ത ഒരു ദീന് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഓൺലൈൻ വിദ്യാഭ്യാസം ഉള്ള ഓൺലൈൻ ഇസ്ലാമിക വിദ്യാഭ്യാസം തേടുന്ന ആ ഒരു സർക്കിളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 29-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, അല്ലെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിലുള്ളത് എല്ലാം ഉണ്ടാക്കിയവനാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ഇത് ചെയ്തത്? എന്തിനാ നമ്മളോട് ഇത് പറഞ്ഞത്? ടൈം പാസ് ആയിട്ടാണോ? സുബ്ഹാനല്ലാഹ്, ആണോ? ചിന്തിച്ചു നോക്കാം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ കൊണ്ടുവന്നപ്പം ശർഈയായ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ. ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ മുഴുവനും ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ? ഷഹാദത്ത്, നമസ്കാരം, അല്ലെ, ഖുർആന്, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, ഈ കാര്യത്തിൽ മാത്രമാണോ അള്ളാഹിന്റെ നിയമങ്ങൾ ഉള്ളത്? ഒരിക്കലും അല്ല. മനുഷ്യന്മാർ തമ്മിൽ ഇടപഴകുന്ന കാര്യങ്ങൾ, ഡീലിങ്സിൽ ഒരുപാട് ലെവലിലുള്ള നിയമങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ. കുടുംബപരമായ കാര്യങ്ങൾ, എക്കണോമിക്, സാമ്പത്തിക കാര്യങ്ങളിൽ, സാമ്പത്തിക നിയമങ്ങൾ, ഇൻഹെറിറ്റൻസിന്റെ, അതായത് അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ, ഭക്ഷണം, ആരോഗ്യം, ഫുഡ്, ഭരണം, അല്ലെ, ജുഡീഷ്യറി, കോർട്ട്, തെളിവ്, എഴുത്ത്, പിന്നെ സന്ധികള്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്, യുദ്ധം, ഇതിലെല്ലാത്തിലും ഇസ്ലാമില് നിയമങ്ങളില്ലേ? ഇല്ലേ? അള്ളാഹ്ക്ക് വെറും ഖുർആനും സുന്നത്തും മാത്രമാക്കിയിട്ട് ഈ ലോകത്തിന് ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കാതെ, അല്ലെ, മനുഷ്യന്മാരെ അത്രയും ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എല്ലാ ഏരിയയിലും ഉണ്ട്, സയൻസ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഇനി കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഒന്നിലും ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കാതെ ഖുർആനും സുന്നത്തും മാത്രമാക്കി വെക്കായിരുന്നില്ലേ അള്ളാഹ്ക്ക് ഈ ദുനിയാവിനെ? വേറെ ഒരു കാര്യവും പഠിപ്പിക്കാതിരുന്നു. ശരീഅത്തിൽ വെറും ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കായിരുന്നില്ല. എന്തിനാ മനുഷ്യന്മാരായിട്ടുള്ള ഇടപഴകൽ? അത് മനുഷ്യന്മാരായിട്ടുള്ള ഇടപഴകുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളുമായിട്ടും, അല്ലെ, മുശ്രിക്കുകളായിട്ട് ഓരോ ലെവലുകളിലും എങ്ങനെ ഇടപഴകണം എന്നുള്ളത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ. സാമ്പത്തികമായിട്ടുള്ള ഇടപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ അള്ളാഹ് ഇതാക്കി തന്നത് നമുക്ക്? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ആവശ്യമുള്ള അള്ളാന്റെ നിധികളിൽ നിന്നുള്ള, അല്ലെ, അള്ളാന്റെ ഖജനാവിൽ നിന്നുള്ള നമ്മുടെ വലിയ ബ്ലെസ്സിങ് ആണത്. അതേസമയം ഇതൊക്കെയും എന്താണ്? ടെസ്റ്റുകളാണ്, അല്ലെ. എവിടെയെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മളെ മക്കളെയൊക്കെ കൊന്നു കളയണമായിരുന്നു, അല്ലെ. ഇവൻ നമ്മളും അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയണം. നഊദു ബില്ലാ. കാരണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അല്ലെ. നിങ്ങളെ ജീവിതവും മരണവും ഉണ്ടാക്കിയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. അപ്പൊ നമ്മൾ ജീവിക്കുന്നതേ ടെസ്റ്റ് ആണ്. എന്നാ പിന്നെ ടെസ്റ്റ് വേണ്ട, അങ്ങോട്ട് മരിച്ചു കളയാ, കൊന്നു കളയാന്ന് വിചാരിക്കായിരുന്നു, അല്ലെ. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ടെസ്റ്റിൽ ജയിക്കാൻ നോക്കുകയാണ്, സക്സസ്ഫുൾ ആവാൻ നോക്കുകയാണ്, അല്ലെ. കാരണം നമുക്കറിയാം ജീവൻ എടുക്കുന്നത് ഹറാമാണെന്ന് നമുക്കറിയാം, അല്ലെ. നമ്മൾ ഇവിടെ ഈ ടെസ്റ്റിലൂടെ കടന്നു പോയി ജയിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെയും നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനെയും ഇസ്ലാമികമായ ഒരു വേൾഡ് അല്ലാത്ത വേറെ എവിടേക്കും പോവാണ്ട് ഒതുക്കി 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 വീട്ടിന്റെ അകത്ത് തന്നെ, അല്ലെങ്കിൽ എവിടെയാണോ ഇസ്ലാമിക് വേൾഡ് ഉള്ളത് അവിടെ മാത്രം അയക്കുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? നമ്മൾ പറഞ്ഞു ജീവിക്കുന്നത് ടെസ്റ്റാണ്, ജീവൻ എടുക്കുന്നത് ഹറാമാണ്, അതുകൊണ്ട് നമ്മൾ ജീവൻ എടുക്കുന്നില്ല എന്ന്. ഇത് സ്കൂളുകൾ ഹറാം ആയതുകൊണ്ടാണോ? കോളേജുകൾ ഹറാം ആയതുകൊണ്ടാണോ? ജോലി സ്ഥലങ്ങൾ ഹറാം ആയതുകൊണ്ടാണോ നമ്മൾ അവരൊന്നും അങ്ങോട്ട് അയക്കാത്തത്? ശരിയാണ്, അവിടെയൊക്കെ ഹറാമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹറാമായത് പലതും നടക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മൾ ഹറാമിൽ പെടാതെ പോവാണ്, അല്ലെ. ഇനി തെറ്റ് പറ്റിയാൽ തൗബ ചെയ്ത് പോയിട്ടാണ് നമ്മൾ ജയിക്കുന്നത്. ഇതേപോലെ ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും ഹറാം ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ടെസ്റ്റിൽ ജയിക്കുക എങ്ങനെയാ? അവിടെ നമ്മൾ ശരികൾ ചെയ്തും തെറ്റ് ചെയ്ത തൗബ ചെയ്ത് മടങ്ങിയും. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ ഹറാമ് വന്നു? സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഹറാമാണ്, കോളേജ് ഹറാമാണ്, വർക്ക് പ്ലേസിലൊക്കെ നടക്കുന്നതൊക്കെ ഹറാമാണെന്ന് നമ്മൾ വിചാരിക്കുക. അവിടെയൊക്കെ മ്യൂസിക് ആണ്, ഇടകലരുന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുക. എങ്ങനെ അവിടെ അതൊക്കെ വന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മക്കയിലെ ആളുകൾ എങ്ങനെയാ മുശ്രിക്കുകളായി മാറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പുള്ള കാലത്തിൽ? അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ മറന്ന ആൾക്കാരായി മാറി, അല്ലെ. എങ്ങനെയാ അവര് മറന്നുപോയത്? ഇതിനിടക്കുള്ള ഈ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവരിലേക്ക് എത്തിയ ജനറേഷൻ ഒന്നെങ്കിൽ ദീൻ ജീവിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദീൻ കാണിച്ചു കൊടുത്തില്ല, മാതൃകയായില്ല, അല്ലെ. അത് ദീൻ അറിഞ്ഞവര് കാണിച്ചു കൊടുത്തില്ല അറിയാത്തവർക്ക്, അല്ലെങ്കിൽ അവര് ദീനിനെ മറച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു, അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചു. ബനൂ ഇസ്രായേൽ ചെയ്തത് അതല്ലേ, അല്ലെ. അവര് ദീനിനെ മറച്ചു വെച്ചു, അതുകൊണ്ട് അറിയാത്തവരെ അറിഞ്ഞില്ല. അപ്പൊ അവർക്ക് അറിയുന്നതല്ല അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അറിയുന്ന ഹറാമുകൾ ജീവിതത്തിലേക്ക് വന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളുടെ ഇടയിലേക്ക് വന്നത്, അല്ലെ. നമ്മളും
നമ്മളുടെ അടുത്ത ജനറേഷനെ നമ്മൾ എവിടെയാ ഒളിപ്പിച്ചു വെക്കുന്നത്? നമ്മളുടെ ദീനിനെ നമ്മൾ എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തായി മാറും നമ്മളുടെ ഉമ്മത്തിന്റെ അവസ്ഥ നാളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത് ഇതാണോ? നിങ്ങൾ വെറും പാരായണം ചെയ്യുക, നിസ്കരിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, അത് മാത്രം മതി. നിങ്ങളും നിങ്ങളെ കുട്ടികൾ അത് മാത്രം ചെയ്യാൻ മതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്യൂർ ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രം സംസാരിച്ച ആളാണോ? അവരുമായിട്ട് മാത്രം ബന്ധം സ്ഥാപിച്ച ആളാണോ? ബാക്കി എല്ലാവരും നോ മുഷ്രിഖ്, അവര് കാഫിർ, അവരതാണ് ഇവരിതാണ്, അവരോട് മിണ്ടണ്ട, അവരടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. ഇനി ഒന്നും വേണ്ട, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് വൽ ജിന്ന വൽ മുസ്ലിമ എന്നാവണമായിരുന്നോ? നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനങ്ങളാണ് അല്ലെ. അള്ളാഹു മനുഷ്യന്മാരെയും ജിന്നുകളെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ മുസ്ലിം വീട്ടിൽ ജനിച്ച ആൾക്കാരെയും ജിന്നുകളെ അല്ല. ഖുർആനിൽ എവിടെയെങ്കിലും ഒരു വചനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിശ്വാസികള് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ജനിച്ചവരാണെന്ന്? അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവർക്ക് വേണ്ടി വേറൊരു പേർപ്പസ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല പേർപ്പസ് കാണിച്ചത് ഒന്നിച്ചാണ് അല്ലെ. നിങ്ങളെയും ജിന്നുകളെയും, അതായത് മനുഷ്യന്മാരെയും ജിന്നുകളെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. ഈ മുസ്ലിങ്ങൾ എങ്ങനെ ഇബാദത്ത് ചെയ്യുക? നമ്മൾ കാണിച്ചു കൊടുക്കാണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുത്ത് നേരിട്ട് വന്ന് പറയോ? അള്ളാഹ്ക്ക് അത് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാ, ഖലീഫമാരാക്കിയിട്ട് നമ്മളെ ഇറക്കിയതാ ഭൂമിയിലേക്ക്. അപ്പം അവര് നിങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തി തരാൻ ഉണ്ടാക്കിയതാണ് അവരാണ് എന്താണ് വർക്കേഴ്സ് അല്ലെ, തൊഴിലാളികളും കച്ചവടക്കാരും ഡോക്ടർമാരും ടെക്നോളജിസ്റ്റുകളും എഞ്ചിനീയേഴ്സും ഒക്കെ അവരായിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്നാൽ മതി, എന്നിട്ട് ഓരങ്ങോട്ട് നരകത്തിലേക്ക് പോയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് സ്വർഗത്തിലേക്കും പോവാന്ന് തോന്നുന്നുണ്ടോ? ഉമ്മയും വാപ്പയും മുസ്ലിം ആയതുകൊണ്ട് സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത്. ഇബാദത്ത് ചെയ്യാൻ എങ്ങനെയാ പഠിക്കുക? ഖുർആനിൽ നിന്ന്. ഖുർആന് എങ്ങനെയാ അവരിലേക്ക് എത്തുക? വിശ്വാസികളിലേക്ക് എങ്ങനെയാ എത്തുക? നമ്മൾ കാണിച്ചു കൊടുത്താൽ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ എത്തുമോ? നമ്മൾ പറഞ്ഞു കൊടുത്താൽ എത്തണമെങ്കിൽ നമ്മളെ മക്കൾ ആദ്യം എത്തണം അതിലേക്ക് അല്ലെ. അപ്പൊ അവരെങ്ങനെയാ എത്തുക? നമ്മൾ കാണിച്ചു കൊടുത്താൽ. അവരെങ്ങനെയാ കാണുക? ഓ, നമ്മളെല്ലാരും വീട്ടിനകത്ത് അല്ലെ ഇരുന്ന് വാതിലൊക്കെ അടച്ച് ഫുൾ ടൈം നിസ്കാരം, ഫുൾ ടൈം നോമ്പ്, ഇനി ഏറി വന്നാൽ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ ഇസ്ലാമിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാത്രം പോവുക. അപ്പൊ പിന്നെ ഓരോന്നും കാണൂലല്ലോ അല്ലെ. നമ്മൾ ഭയങ്കര സേഫ് ആണല്ലോ. നമ്മൾ ആരെ സുന്നത്തായി ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പം അവർക്ക് ദീൻ കാണിച്ചു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അവരുമായിട്ട് ഇടപഴകുന്നത് കറക്റ്റ് ആയിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സ്കൂളിൽ പോയിട്ട് അവിടെ ഹറാമ നടക്കുമ്പോൾ ദീൻ കോംപ്രമൈസ് ചെയ്യലാണോ അവർക്ക് ദീൻ കാണിച്ചു കൊടുക്കൽ? ഒരിക്കലല്ല. നമ്മളെ ദീൻ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവർ ദീൻ കാണുന്നത്. അവരുടെ ഇടയിൽ നിന്നിട്ട് നമ്മളുടെ ദീനിനെ ക്യാരി ചെയ്യുമ്പോഴാണ് അവർക്ക് ദീൻ എന്താണെന്ന് മനസ്സിലാകുന്നത്. വെറുതെ ക്യാരി ചെയ്താൽ മാത്രം പോലെ അതിന്റെ റിസൾട്ടും അവർ കാണണം. അള്ളാഹ് പറഞ്ഞത് അനുസരിച്ച ആളുകളായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെ എത്ര 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 ആളുകൾ മുശ്രിക്കുകൾ മുസ്ലിമായ കഥ ചരിത്രം നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ ദീനിനെ ഒളിപ്പിച്ചു വെച്ച് നമ്മളുടെ ഉത്തരവാദിത്തം മറന്നിട്ട് നമുക്കതെന്തോ വലിയ സംഭവമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക. ഇതിന് പുറമെ കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നമ്മൾ പറഞ്ഞു അല്ലെ. നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായ ഉമ്മയാണ് ആർക്ക് വേണ്ടിയിട്ട്? ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉഖ്രിജത് ലിൽ മുസ്ലിം എന്നാക്കണമായിരുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹിന്റെ വാക്കുകൾ അല്ലെ. നമ്മളെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യന്മാർക്ക് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് മുസ്ലിം വീട്ടിൽ ജനിച്ചവർക്ക് മാത്രമല്ല. ഇനി നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും വാക്കുകൊണ്ട് പറഞ്ഞാലോ സ്റ്റാറ്റസ് ഇട്ടാലോ ആവോ? ആവൂല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇറക്കണ്ടായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. ബുക്കായിട്ട് ഇങ്ങോട്ട് ഇറക്കിയാ പോരായിരുന്നോ? മാതൃക കാണിക്കൽ നിർബന്ധ. കാരണം അത് കണ്ടിട്ട് വരെ മനുഷ്യന്മാർക്ക് മാറാൻ പറ്റുന്നില്ല അല്ലെ. പിന്നെ എങ്ങനെയാ കാണാതെ മാറാ? എൻ്റെ അടുത്ത് പലരും വന്ന് പറയാറുണ്ട്, ടീച്ചറെ പോലെ ആവണം, അല്ലെങ്കിൽ എന്റെ കുട്ടീനെ ടീച്ചറെ പോലെ ആക്കണം. ടീച്ചർ എവിടെയാ പഠിച്ചേ? ഞാൻ എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്, കാരണം ഞാൻ എന്താന്ന് എനിക്ക് എന്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ. എത്രത്തോളാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ മാതൃകയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നിൽ നിങ്ങൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ. കാരണം ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം എന്തായിക്കോട്ടെ, അത് നിങ്ങൾ പലരും വിചാരിക്കുന്നത് ഞാൻ പഠിച്ചത് കൊണ്ട് ആണ് ഇങ്ങോട്ട് എത്തിയതെന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലെസൺസ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ഇതിനില്ല, അള്ളാന്റെ പെർമിഷനോട് കൂടി തന്നെയാണ്. ഓക്കെ, അള്ളാന്റെ പെർമിഷനോട് കൂടി തന്നെയാണ്. പക്ഷേ അത് ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളിലേക്ക് എത്തുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെസൺസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഹിദായത്താണ്, തൗഫീഖാണ്. യെസ്, ഞാൻ പഠിച്ച കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങളിലേക്ക് ഇതൊക്കെ എത്താൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ ഒരു പക്ഷേ നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ടെക്നോളജി. ഗൂഗിളിന്റെ എന്തെല്ലാം പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നറിയാം? ഗൂഗിൾ മീറ്റ് ഇല്ലാണ്ട് നമുക്ക് ഈ ക്ലാസ് നടക്കുമോ? ഇവിടെ ഇപ്പൊ എന്റെ മുമ്പിൽ മൈക്രോസോഫ്റ്റിന്റെ വേർഡ് ഉണ്ട്, ഞാൻ നോട്ട്സ് എഴുതി വെച്ച്. ക്യാൻവയിലാണ് പ്രസന്റേഷൻ ചെയ്യാറ്. ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് സാംസങ്ങിന്റെ, ഡെല്ലിന്റെ, ആപ്പിളിന്റെ, ലോജിടെക്കിന്റെ. ഞാൻ ഇരിക്കുന്ന ചെയർ, ഞാൻ നിങ്ങൾക്ക് ആപ്പില് എന്താണ് വെബ്സൈറ്റിൽ ഓഡിയോ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, നിങ്ങൾക്ക് റിഫ്ലക്ഷൻ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാഡ്ലെറ്റ്, വെബ്സൈറ്റ്, ആപ്പ്, കുട്ടികൾക്ക് ക്വിസിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് വെബ്, നമ്മൾ മെസ്സേജ് അയക്കുന്ന വാട്സപ്പ്, റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ്, കുട്ടികൾക്ക് വേണ്ടി ചാറ്റ് ബോട്ട് ചെയ്ത കളക്ട് ചാറ്റ്, PDF ഉണ്ടാക്കുന്ന PDF മേക്കർ, മൈക്രോസോഫ്റ്റിന്റെ കുറെ വേറെ പ്രോഡക്ട്സ്, അങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആണ് ഇതിപ്പോ ക്ലാസ് ആയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതിനകത്തൊരു മെജോറിറ്റി കാര്യങ്ങൾ നമ്മളെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ ഈ പറയുന്ന കാഫിറുകൾ, അവിശ്വാസികൾ, മുശ്രിക്കുകൾ ചെയ്തതാ. അപ്പം അവരെ ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കിയെന്ന് എവിടെയെങ്കിലും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? അവരെയും ഇബാദത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല നമ്മളെ ഉണ്ടാക്കിയത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഈ പ്രയോജനം ഉണ്ടാക്കുന്നത് നാവുകൊണ്ട് പറഞ്ഞാലും മാത്രം, നാവുകൊണ്ട് പോലും നമ്മൾ പറയുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ആണല്ലോ, അല്ലെ? നാവുകൊണ്ട് പോലും നമ്മൾ അവരോട് പറയുന്നില്ല. ജീവിതം മാതൃകയാക്കി കാണിച്ചു കൊടുത്താൽ മാത്രമേ മനുഷ്യന്മാർ മാറൂ, എന്നാലും മാറാത്തവരുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാണ്ട് നമ്മളും വീട്ടിനകത്തിരുന്ന് നമ്മളെ മക്കളെയും വീട്ടിനകത്ത് എത്തി ഖുർആൻ മാത്രം പഠിപ്പിച്ച് ഖുർആൻ മാത്രം ഇതാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ഇത് എങ്ങോട്ടാ? ഞാൻ ഈ പറഞ്ഞ പല ടെക്നോളജികളും പഠിച്ചത് കാഫറുകൾ ഉള്ള യൂണിവേഴ്സിറ്റികളിലും കാഫറുകൾ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. അവരിതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണോ? ഇനി അത് അവിടെ കേട്ടെ, ടെക്നോളജി മാറ്റട്ടെ. ഇനി എന്റെ ജീവിതത്തിലെ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ കാര്യങ്ങളിലും അതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് ഉണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, ഞാൻ പഠിച്ച പല പാഠങ്ങളുണ്ട്. ടീം വർക്ക് എന്താണെന്ന്, ലീഡർഷിപ്പ് എന്താണെന്ന്, പ്രസന്റേഷൻ സ്കിൽസ്, സ്റ്റോറി ടെല്ലിംഗ്, ഇതൊക്കെ ഞാൻ എന്റെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. പല തരത്തിലുള്ള ആളുകളെ ഡീൽ ചെയ്യുന്ന സ്കില്ല്, ലോകം മുഴുവനും, ഞാൻ ശരിക്കും ലോകം മുഴുവനും തന്നെ ഉദ്ദേശിച്ചത്. കാരണം ലോകം മുഴുവനുള്ള ആളുകളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അൽഹംദുലില്ലാഹ്. അതിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ റിയാക്ഷൻസ്, അവര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളെ വിമർശിക്കുമ്പം അതിനെങ്ങനെ പ്രതികരിക്കണം, ഏറ്റവും ടഫായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എങ്ങനെ ജീവിക്കണം, അവിടെ നമ്മൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ പൈസ സമ്പാദിക്കണം, ഹറാമായ രീതികൾ വരുമ്പം, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹറാമായ കാര്യങ്ങൾ വരുമ്പം അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അതിൽ നമ്മൾ എങ്ങനെ നിൽക്കണം, ഇനി നമ്മൾ സ്റ്റാൻഡ് എടുത്ത് അവരിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അതിലൊക്കെ നിന്നുകൊണ്ടും അവർക്ക് എങ്ങനെ മാതൃകയാവണം, അതിലൊക്കെ നിന്നുകൊണ്ടും അവർക്ക് നമ്മളെങ്ങനെ സഹായമാവണം. ഇതൊക്കെയും പഠിച്ചത് പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇതൊക്കെയും ഡീൽ ചെയ്തത് പല കാഫറുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. ഇനി എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ, നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ എനിക്കും കുറെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, കുറെ തോൽവികൾ ഉണ്ടായിരുന്നു, കുറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യണം, ആ തോൽവികളൊക്കെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ഞാൻ പഠിച്ച എന്റെ സാഹചര്യങ്ങൾ, എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, എന്റെ ഉമ്മ ഉൾപ്പെടെ, എന്റെ ജീവിതത്തിലെ ഓരോരുത്തരും ഉൾപ്പെടെ, അതൊക്കെയാണ് ഈ ആയിഷ ടീച്ചർ പറയുന്ന ഈ ഒരു ക്ലാസ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ പറയുന്ന എന്നെ പോലെ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ മക്കൾ എന്നെ പോലെ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഇതിനൊന്നും തയ്യാറല്ല. ഈ പറഞ്ഞതൊന്നും പഠിക്കാനോ, ഈ പറഞ്ഞ ജോലികളൊന്നും ചെയ്യാനോ, ഈ പറഞ്ഞ പ്രൊഫഷണൽ എക്സ്പീരിയൻസോ പേഴ്സണൽ എക്സ്പീരിയൻസ് പോലും, കാരണം ടെസ്റ്റുകൾ പോലും മക്കൾക്ക് വരാൻ പാടില്ല. ടെസ്റ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിലുള്ള, അതുപോലും മക്കൾക്ക് വരാൻ പാടില്ല. പക്ഷെ എന്നെ പോലെ ആവണം. സുബ്ഹാനല്ലാഹ്. ഇതിപ്പോ ഞാൻ എന്റെ കാര്യം പറയുന്നതേ, ഞാൻ ഒന്നും പ്രവാചകന്മാരുടെ അടുത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ ഒരു പുഴുവിന്റെ അത്ര പോലും ഇല്ല. പക്ഷേ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കും, എന്നിട്ടും നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളുടെയൊക്കെ ജീവിതങ്ങൾ. അതുകൊണ്ട് നിങ്ങളൊക്കെ കാണുന്ന ഒരു ഉദാഹരണമാണെന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഞാൻ നിങ്ങളെക്കാൾ അപ്പുറം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പം നമ്മളൊക്കെ കുറേ മൈൻഡ് സെറ്റുകൾ മാറാനുണ്ട്. ആരൊക്കെയോ അങ്ങനെയൊക്കെ പലതും പറഞ്ഞു തരുന്നുണ്ടാവും. ചിന്തിക്കാം, കാരണം ഖുർആൻ നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ഖുർആൻ ചിന്തിക്കാൻ പഠിപ്പിച്ചതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശരിക്കും വരയ്ക്കേണ്ടടുത്ത് വരച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ചിന്തിക്കാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ പഠിക്കുമ്പോൾ, വിശ്വാസം തൗഹീദ് പഠിക്കുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ശരിയും തെറ്റും നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാതിരിക്കാനുള്ള വര നമുക്ക് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മളാ ചിന്തിക്കേണ്ടത്. ഓക്കെ, നമുക്ക് പറഞ്ഞു തരുന്നവരല്ല. അവര് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരും. പക്ഷെ ചിന്തിക്കേണ്ട നമ്മളെ ജീവിതത്തിൽ. അതിന്റെ അടിസ്ഥാനമാണ് നമ്മൾ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ശീലങ്ങളാണ് നമ്മൾ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആരോ എന്തോ പറഞ്ഞിട്ട് അതേപോലെ അങ്ങോട്ട് കോപ്പി അടിക്കാനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിങ്ങളുടെ അടുത്ത് വീണ്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഹൃദയം പൂട്ടിട്ടതാണോ എന്ന് റബ്ബ് ചോദിക്കൂലേ. സുബ്ഹാനല്ലാഹ്. ഇനി ഈ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷനും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താണ്. ഓക്കെ, നമ്മളെ ദീനിനെ വീട്ടിനുള്ളിൽ ഒതുക്കരുതെന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ, നമ്മള് മുസ്ലിം കൗമ ഇൽമിലും ചിന്തയിലും ബുദ്ധിയിലും എല്ലാ കാര്യത്തിലും എത്രത്തോളം ഹൈ ആവണോ അതുപോലെ തന്നെ നമ്മൾ ഹൈ ആവേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്. ശരിക്കും ദാവയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഓരോ മാസവും എത്രത്തോളം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം ബെറ്റർ ആയിട്ട് നമുക്ക് ദാവ ചെയ്യാൻ പറ്റാം. ഇവിടെ ഒരു പക്ഷേ കുറച്ച് ആളുകൾ ഉണ്ടാവും. നമ്മൾ ഈ ഒരു നൂറുസദരീന്റെ പിന്നിലും ഇൽഫോ സക്സസിന്റെ പിന്നിലും ഐഫോസിന്റെ പിന്നിലും ഒക്കെ നമ്മൾ ഓരോ മാസവും ഈ പറഞ്ഞ ഓരോ ടൂളിനും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം. പക്ഷെ അത് എത്രത്തോളം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം. കാരണം ഈ പറഞ്ഞ ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും സാംസങ് ഒന്നും നമുക്കൊന്നും ഫ്രീ ആയിട്ടൊന്നും തരൂല. നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ ഇതൊന്നും. ഇതിനിടയ്ക്ക് നമുക്കൊരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ഫ്രീ ആയിട്ട് മരുന്നും തരൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസയും വേണം. നമുക്ക് അൽഹംദുലില്ലാഹ് ഇപ്പൊ ദീനിനെ ഡിഫെൻഡ് ചെയ്യാൻ തൽക്കാലം നമുക്കില്ല. അതായത് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ മറ്റുള്ളവര് മുശ്രിക്കുകളൊക്കെ ആക്രമിക്കുമ്പം അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങളും മറ്റ് ഭക്ഷണവും സാധനങ്ങളും ഒക്കെ കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം തൽക്കാലം നമുക്കില്ല. പക്ഷെ നമുക്ക് ദഅവ ചെയ്യേണ്ട ആവശ്യമില്ലേ? ദഅവക്ക് നമുക്ക് ഇഷ്ടം പോലെ പണത്തിന്റെ ആവശ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് പൈസന്റെ ആവശ്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെ അടുത്തും ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു, ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലുള്ളത് പകുതി കൊടുത്തു, അല്ലെ? ഇവരൊക്കെ ഈ പൈസ ഉണ്ടാക്കിയത് എവിടുന്ന? ഖുർആൻ പഠിപ്പിച്ചിട്ട് മദ്രസയിൽ ടീച്ചറായിട്ട് ഉണ്ടാക്കിയ പൈസയാണോ? ഒരിക്കലല്ല. അവരുടെ ഹലാൽ ഇൻകം, അവര് ചെയ്ത ബിസിനസ്സിൽ നിന്ന്, അല്ലെ, അവരുടെ തോട്ടങ്ങളിൽ നിന്ന് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അവർ കൊണ്ടേ കൊടുത്തത്. ഈവൻ ഭാര്യയുടെ സ്വർണം വരെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? ഹലാലായിട്ട് അള്ളാഹു അനുവദിച്ച രീതിയിലുണ്ട്. ഒന്നും വേണ്ട, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ള പൈസ കൊണ്ടാണ് ദീനിന്റെ ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെ? തന്റെ കയ്യിലുള്ളത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത സ്ത്രീയാണ്. ഇത് എവിടെ നിന്ന് വന്നതാ? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടായതാ? മദ്രസയിൽ ടീച്ചറായിട്ടുണ്ടായതാ? പിന്നെ നമ്മളെ മക്കൾ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നമുക്ക് എന്താണെന്നറിയോ? മക്കളെ വിടാൻ പേടിയാ. കാരണം അവരെ നമ്മൾ ആകെ പഠിപ്പിച്ചത് ഉമ്മ പറയുമ്പോൾ നിസ്കരിക്കാൻ, ഉമ്മ കണ്ണുരുട്ടിയ തട്ടം ശരിയാക്കാൻ. അതാണ് നമ്മൾ പഠിപ്പിച്ചത്. ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനറേഷനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനറേഷനെ നമ്മൾ ഉണ്ടാക്കിയ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരും സ്ട്രോങ് ആവും, അവരെ ചുറ്റുപാടുള്ളവരിലേക്ക് അത് എത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിന് ആദ്യം സ്ട്രോങ് ആവണം. നമ്മളുടെ ഈമാൻ കറക്റ്റ് ആവണം. നമ്മളെ ഈമാൻ കറക്റ്റായി നമ്മളെ അമലുകൾ സെറ്റ് ആവുമ്പോൾ നമ്മളെ ചുറ്റുപാടും നമ്മളെ കണ്ട് പഠിക്കുന്ന മക്കളിലേക്കും അതെത്തും. എന്നിട്ട് അവരെ നിങ്ങൾ വിട്ടു നോക്കി അവര് ദീൻ കാണിച്ചു കൊടുക്കും. പിന്നെ ഒരുപാട് പറയേണ്ടി വരില്ല. ശരിക്കും കാണിച്ചു കൊടുത്താണ്ടല്ലോ ഒരുപാട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പറയണം, അത് വേറെ കാര്യം, ഞാൻ പറയാം. കാണിച്ചു കൊടുക്കുന്നതിന്റെ റിസൾട്ട് വേറെ തന്നെയാണ്. അപ്പൊ ദീനിന് വേണ്ടി റിച്ച് ആവാന്നുള്ള ഒരു ആവശ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ആവശ്യമുണ്ട്, നമ്മുടെ കൗമിന്റെ കയ്യിൽ പൈസ ആവശ്യമുണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് യുദ്ധമൊന്നും നമ്മളെ ബാധിക്കാതിട്ട്. ഇപ്പൊ യുദ്ധം ബാധിച്ച രാജ്യങ്ങളൊക്കെ നല്ല റിച്ച് ആണ്. UAE, അല്ലെ, സൗദി പോലെയുള്ള കൺട്രീസ് ഒക്കെ അവര് മുസ്ലിം രാഷ്ട്രങ്ങളുമാണ്, അവര് നല്ല റിച്ച് ആണ്, അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്ന് ആലോചിച്ച്, ഇന്ത്യയിലേക്ക് ഒരു ഇസ്ലാമിനെതിരെ അറ്റാക്ക് വന്നു കഴിഞ്ഞാല് നമ്മളെ രാജ്യം നമ്മളെ സംരക്ഷിക്കില്ല. നമ്മളെങ്ങനെ നമ്മളെ സംരക്ഷിക്കും? നമ്മളതിൽ മിസൈല് പോയിട്ട് ഒരു പൊട്ടാസ് ഉണ്ടോ നമ്മളതില്? ആ ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്കിപ്പോ ദാവ ചെയ്യാനുള്ള പൈസയെങ്കിലും നമ്മളതിൽ വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എല്ലാ ടൂളുകളും നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം ഭംഗിയായിട്ട് അത്രത്തോളം ആളുകളിലേക്ക് നമുക്ക് ദീൻ എത്തിക്കാൻ പറ്റും. ഇനി ഭാഷ, ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞാല് പലർക്കും ദീൻ അറിഞ്ഞിട്ട് ദീൻ എത്തിക്കാൻ പറ്റാത്തതിന്റെ വലിയൊരു റീസൺ ഇന്നത്തെ കാലത്ത് ഭാഷയാ.
കാരണം ആളുകൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവണ്ടേ. ഇനി ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലാതെ നമുക്ക് ദീൻ പ്രചരിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ ഇന്നലെ മെഞ്ഞാന്ന് കൂടെ ഐഫോസിയിൽ ഒരു മെസ്സേജ് വന്നു, ഓ ഇതൊരു മലയാളം ആപ്പാണോ, അതായത് അവർക്ക് അത് അല്ല ഇംഗ്ലീഷ് ആപ്പാണോ മലയാളം അല്ലേ, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനകത്ത് ഇംഗ്ലീഷ് മെസ്സേജുകൾ കൊടുക്കുന്നത്. നോക്ക്, നമ്മൾ കുട്ടികളിലേക്ക് ദീൻ എത്തിക്കുന്നേ. നാളത്തെ കുട്ടികൾക്ക് മലയാളം മനസ്സിലാവേ ഇല്ല. നമ്മൾ ഭയങ്കര കടുംപിടുത്തം, നമ്മൾ എന്താണോ അതേ നമ്മൾ അവള് മാറാൻ തയ്യാറേ ഇല്ല. ഇനി ഇതൊന്നും അല്ലാത്ത വേറൊരു റിസ്ക് ഞാൻ പറയട്ടെ. നമുക്ക് നല്ല തൗഹീദ് അറിയാം, ഓക്കെ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുമാണ്. പക്ഷെ എന്തോ ഒരു രോഗം വന്ന് നമ്മൾ മരിച്ചോണ്ടിരിക്കുക. നമുക്ക് മരുന്ന് വേണം, അല്ലെങ്കിൽ ഭക്ഷണം വേണം. ഇതൊരു അമുസ്ലിമേ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അമുസ്ലിമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. നമ്മൾ ജീവിക്കണമെങ്കിൽ പോലും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആവണം. എത്ര സ്ത്രീകളുണ്ട് അല്ലെ, ഭർത്താവിന് ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, ഭർത്താവിന് ഇഷ്ടമില്ല, അതിന്റെ അർത്ഥം ഭർത്താവിനെ ഇട്ടിച്ച് പോവാനല്ല കേട്ടോ. നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു ലെസൺ ഉണ്ട്, നമ്മുടെ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ദീനിനെ നമുക്ക് വളച്ചൊടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ തരത്തിലും സ്ട്രോങ് ആയിരിക്കണം. ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കണം, അറിവ് കൊണ്ട് സ്ട്രോങ് ആയിരിക്കണം, ആരോഗ്യം കൊണ്ടും സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അപ്പം എല്ലാവരും ചിന്തിക്കുക, ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, മാറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, എങ്ങനെ മാറ്റണം എന്ന് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അറിയുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, മാറ്റേണ്ടതൊക്കെ മാറ്റുക, അറിയാത്തത് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മുഹാസബ ഫോമില് ദുനിയാവി ആയിട്ടുള്ള ഇൽമിന്റെ കാര്യം അല്ലെങ്കിൽ ദുനിയാവി ആയിട്ടുള്ള സ്കില്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആരൊക്കെയോ ചോദിച്ചിരുന്നു എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ശരിക്കും നമ്മളെന്തല്ലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി ഇറങ്ങി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ടെക്നോളജി ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും എന്ത് ഇൽമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും സ്ട്രോങ് ആയിട്ട് എന്നാ അതിന്റെ കൂടെ ദീനിനെ ജീവിച്ച് കാണിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റും റബ്ബിന്റെ തൗഫീഖോട് കൂടി. നമ്മൾ വീക്കായി പോകരുത്, ഒരു തരത്തിലും വീക്കാവാൻ പാടില്ല. ഓക്കെ, കാരണം ആരെങ്കിലും നമ്മൾ ദീൻ പഠിപ്പിക്കാൻ ഇറങ്ങി ആരെങ്കിലും ഒരാൾ നീ പറഞ്ഞത് ശരിയല്ല അങ്ങനെയല്ല എങ്ങനെയെന്ന് പറയുമ്പോഴേക്ക് നമ്മളവിടെ ഇമോഷണൽ വീക്ക്നെസ് കാരണം നമ്മളവിടെ തളർന്നുപോയി അല്ലെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ കൊടുത്താലേ ആ കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ വീക്ക്നെസ് കൊണ്ട് നമ്മൾ അവിടെ തളർന്നുപോയി. ഇനി ഏതെങ്കിലും ഒരു കൗമിലേക്ക് ഇറങ്ങി നമ്മൾ ദീൻ ക്യാരി ചെയ്യണം നമ്മളെ വേഷവിധാനത്തിലോ സംസാരത്തിലോ, അപ്പൊ ആളുകൾ നമ്മളെ പുച്ഛിച്ചു പരിഹസിച്ചു, നമ്മളുടെ ഈമാന്റെ വീക്ക്നെസ് കൊണ്ട് നമ്മൾ തളർന്നുപോയി. ഇങ്ങനെ ഓരോ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാലും പല വീക്ക്നെസ് കാരണം, ഇനി ആരോഗ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് വളരെ മോശം അവസ്ഥ, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, അപ്പം ഓരോ മേഖലകളിലും നമ്മൾ പലതരത്തിലുള്ള വീക്ക്നെസ് എങ്ങനെയാന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്ട്രോങ് ആയാൽ മതിയാവും. നന്നായി ദുആ ചെയ്യുക എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഇൽമ് കറക്റ്റ് സമയത്ത് നമ്മളിലേക്ക് എത്തിക്കട്ടെ, അതിനുവേണ്ട ചിന്തകളും നമ്മളിലേക്ക് എത്തിക്കട്ടെ. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഖൗമായി മാറാൻ നമുക്കും ആ മാതൃക കണ്ട് നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.